ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം എങ്ങനെയാണ് കടലാമകള് പരിണാമത്തിന്റെ വഴിയിൽ വന്നത്, അതിന്റെ വൈവിധ്യം എത്രത്തോളമാണ്, അതിനെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം, അതിന്റെ ജീവശാസ്ത്രം എങ്ങനെയാണ്, കടലാമ സംരക്ഷണത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അന്താരാഷ്ട്ര തലത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് സംസാരിക്കുന്ന വിഷയങ്ങൾ ഒന്ന് അതിന്റെ വൈവിധ്യം, കടലാമകളുടെ ജീവശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അവ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്, ഇതിന്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, സാധാരണഗതിയിൽ പ്രത്യേകിച്ച് പൗരസമൂഹത്തിന് ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും. ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ സംരക്ഷണം ഒരുപക്ഷെ ഒരു വന്യജീവിയിൽ നടക്കുന്നത് കടലാമകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. പിന്നെ ഇത് മുന്നോട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ചെറിയ ജീവിക്ക് ഒരുപക്ഷെ ലോകത്തിന്റെ എല്ലാ സംസ്കാരങ്ങളിലും വളരെ ആഴത്തിൽ സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. അത് ഹിന്ദു മിത്തോളജിയിലെ ഒരു അവതാരം എന്നുള്ള രീതിയിൽ മാത്രമല്ല, മറ്റ് പല പ്രാചീന ഗോത്രവർഗ ദർശനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും അവിടെ പ്രകൃതിയെ താങ്ങുന്നത്, ഭൂമിയെ താങ്ങി നിർത്തുന്നത് തീർച്ചയായിട്ടും കടലാമകളാണ്. അപ്പൊ അതിന്റെ ആ ദർശനത്തിന്റെ വഴികളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഈ കടലിൽ ജീവിക്കുന്ന ആമകൾക്ക് നമ്മുടെ പ്രകൃതിയെ മൊത്തമായിട്ടും ഭൂമിയെ മൊത്തമായിട്ടും താങ്ങി നിർത്താൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ആഗോള പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഭൂമിയുടെ 70% വരുന്ന കടലിന്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ആമകളാണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. പിന്നെ ഈ കരയിൽ നിന്നും തിരിച്ചു പോയിട്ടുള്ള വലിയ പാരമ്പര്യമുണ്ട്. അപ്പൊ ഈ പാരമ്പര്യങ്ങളൊക്കെ മനുഷ്യർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഭൂമിയുടെ ഒരു സംരക്ഷകരായിട്ട് തന്നെ അവരെല്ലാ നമ്മുടെ പ്രാചീന സംസ്കാരങ്ങളിലും സംസ്കൃതികളിലും ഒക്കെ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ചൈനീസ് മിത്തോളജിയിലാണെങ്കിൽ അവർ പറയുന്നത് തീർച്ചയായിട്ടും ഈ സ്വർഗത്തിനെ താങ്ങി നിർത്തുന്നത് കടലാമകളാണെന്നുള്ളതാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഫോക്ലോറുകളിലെല്ലാം ഇത്തരം ആമ എന്ന് പറയുന്ന ആശയം പല ഘട്ടങ്ങളിലും കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തത് നമുക്ക് ജീവന്റെ ഒരു നൈരന്തര്യം, അതിനെ എപ്പോഴും ചൂണ്ടിക്കാണിക്കാനായിട്ട് ആമകളെയാണ് നമ്മൾ ഒരു മാധ്യമമായിട്ട് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. പിന്നെ കൃത്യമായിട്ടുള്ള നാവിഗേഷൻ, കടലിലെ വഴി കണ്ടുപിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സൂചകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കടലാമകളാണ്. കാരണം ജനിച്ചു വീഴുന്ന മണ്ണിലേക്ക് 50 വർഷങ്ങൾക്ക് ശേഷം 30 വർഷങ്ങൾക്ക് ശേഷമൊക്കെ തിരിച്ചെത്താനുള്ള അപാരമായ ഒരു കഴിവുണ്ട്. ഇന്നും ശാസ്ത്രത്തിന് മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത് ഞാൻ അവസാനം പറയാം. ഇന്നും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്താണ് ഇവയെ വഴി കണ്ടെത്താനായിട്ടും പിറന്ന മണ്ണ് കണ്ടെത്താനായിട്ട് ഇവയെ പ്രാപ്തമാക്കുന്ന എന്താണ് അവയുടെ ഉള്ളിലുള്ള പ്രേരക ശക്തി എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരുപാട് സൂചകങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷനും ഈ ഒരു കണക്ഷനും ഉണ്ട്. ഉദാഹരണം, ആമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കരയിലേക്ക് വരുന്നത് മുതൽ തിരിച്ച് വീണ്ടും കരയിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതും പലപ്പോഴും പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പോഴും ലോസ്റ്റ് ഇയർ എന്നാണ് പറയുക. ആദ്യ വർഷം എന്ത് സംഭവിക്കുന്നു, കുഞ്ഞുങ്ങൾ കടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകുന്നു, എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെല്ലാം കടലിൽ തരണം ചെയ്യുന്നത്, ഇതിനെപ്പറ്റിയുള്ള ധാരണ നമുക്ക് ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പേഷ്യൻസ് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചിരുന്നത് കടലാമയാണ്. അതാണല്ലോ നമ്മൾ ഈ ഓട്ടപ്പന്തയത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു ക്ഷമയാണ്. അപ്പൊ ക്ഷമാശീലം മനുഷ്യനെപ്പോഴും പഠിപ്പിക്കുന്നതും ആമയാണ് എന്നുള്ളതാണ്. ക്ഷമാശീലമുള്ളവർക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു സൂചകമായിട്ടും പലപ്പോഴും നമ്മുടെ കഥകളിലും ചരിത്രങ്ങളിലും ഒക്കെ ഇത് കടന്നു വരുന്നു എന്നുള്ളതാണ്. ആധുനിക ശാസ്ത്രത്തിന് ആമ ഒരു പ്രതീകമായി മാറുന്നത് മറ്റ് പല വഴികളിലാണ്. ഉദാഹരണം, പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്കോ പ്രകൃതിയിൽ നിലനിൽക്കാനുള്ള ഒരു വലിയ കഴിവുണ്ട്. ഈ കഴിവിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പരിണാമത്തിൻ്റെതായ ഒരുപാട് സവിശേഷതകൾ ഈ ജീവജാലങ്ങൾക്കുണ്ട്. ഒന്ന്, ഏറ്റവും നന്നായിട്ട് നീന്താൻ കഴിയുന്ന ഒരു ജീവിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കടലിലെ ഒരു അല്പം പോലും കർഷണമില്ലാതെ ഡ്രാഗ് ഇല്ലാതെ നീന്താൻ കഴിയുമെങ്കിൽ ഇതിന്റെ ബോഡിക്ക് ഒരു പ്രത്യേക പ്രകൃതി തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഘടനയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു നാച്ചുറൽ ഡിസൈനാണ്. അപ്പൊ ഈ ഡിസൈനിനെ പലപ്പോഴും എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയിൽ പല വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ശാസ്ത്രത്തിനാണല്ലോ ബയോമൈമെറ്റിക്സ് എന്ന് പറയുന്നത്. ബയോമൈമെറ്റിക്സ് വഴി ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പുതിയ, അത് കെട്ടിടങ്ങളുടെ ഘടനയാകാം, റോബോട്ടുകളുടെ ഘടനയാവാം, അതുപോലെ തന്നെ നാവിഗേഷൻ സിസ്റ്റം ആവാം. കാരണം ഇത് നീന്തുന്നതിന് പ്രത്യേക വഴിയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാകാം. പിന്നെ ഇതിന്റെ നിങ്ങൾക്കറിയാം, ഇതിന് വളരെ കട്ടിയുള്ള പുറന്തോടാണുള്ളത്. അതിന് പ്രത്യേക ടെക്സ്ചർ ഉണ്ട്. അത് മാത്രമല്ല, ഇത്രയധികം കടലിന്റെ മർദ്ദം താങ്ങാനുള്ള കഴിവ് ഈ ചെറിയ ടെക്സ്ചർ ഉണ്ട്. ഇപ്പൊ ഇതിനെ ഉപയോഗിച്ചിട്ട് പുതിയ പല രാസവസ്തുക്കളും ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. അതിന് പലതും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുവഴി തന്നെ ഫോളോ ചെയ്തിട്ട് പുതിയ സങ്കേതങ്ങളിലേക്ക് എത്താനുള്ള ഒരു വഴിയുണ്ട്. എനർജി എഫിഷ്യൻസിയെ പറ്റിയിട്ടുള്ള പുതിയ ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം ആധുനിക ശാസ്ത്രം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് പരിണാമത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ആമകൾ എന്നാണ് ആദ്യമായിട്ട് കടലിൽ ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കടലിലല്ല ആദ്യം ഉണ്ടായത്. കരയിൽ നിന്ന് കടലിലേക്ക് പോയ ജീവികളാണ് ഇതിന്റെ പൂർവികരെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കടലാമകൾക്കെല്ലാം പൊതുവായ ഒരു മുൻഗാമിയുണ്ട്.
ആ മുൻഗാമി ഏതാണ്ട് 110 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഉണ്ടായത് എന്നാണ് വെപ്പ്. ഇതില് പ്രധാനപ്പെട്ട 4 കുടുംബങ്ങളിലാണ് ഇന്ന് കടലാമകളെല്ലാം കാണുന്നത്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. പക്ഷെ എന്നാൽ ഇന്ന് നമുക്ക് അറിവ്, ഇപ്പൊ നമുക്ക് എപ്പോഴും ശാസ്ത്രത്തിന്റെ അറിവ് എന്ന് പറയുന്നത് ഫോസിൽ കിട്ടുന്ന അനുസരിച്ചിട്ടാണ്. ഫോസിൽ കിട്ടുന്ന അനുസരിച്ചിട്ട് നമ്മുടെ അറിവ് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ കടലാമ ജീവിച്ചിരുന്ന അതിന്റെ പേര് ഇപ്പോ ആർക്കിലോൺ എന്നാണ്. അപ്പൊ ആർക്കിലോൺ എന്ന് പറയുന്നത് ക്രട്ടേഷ്യസ് പീരീഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ജീവിയാണ്. ദിനോസറുകൾക്കൊപ്പം തന്നെ ഭൂമിയിൽ ഉദയം ചെയ്ത ഒരു ജീവിയാണ് ഇതിന്റെ പൊതുവായ ആൻസെസ്റ്റർ. അതിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. വലുപ്പം നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം, മനുഷ്യന്റെ വലുപ്പമായിട്ട് താരതമ്യം ചെയ്യാം. ഏതാണ്ട് 15 അടി നീളം ഉണ്ടായിരുന്നു, ഒരു 2200 കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു കാറിന്റെ അത്രയും വലുപ്പമുള്ള ഒരു ജീവിയായിരുന്നു ഇതിന്റെ പൊതു പൂർവികൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മാത്രമല്ല, ഈ പൊതുവായ പൂർവികന്റെ ഘടന ഒന്ന് നോക്കും, ഇതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഭൂമിയിലെ പരിണാമത്തിന്റെ തുടക്കം മുതൽ വലിയ രൂപമാറ്റം ഒന്നും ഇല്ലാതെ ഇപ്പോഴും കടലിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ ഒരു ഉദാഹരണം ചോദിക്കാൻ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും കടലാമകളായിരിക്കുന്നുള്ളൂ. അപ്പൊ പരിണാമത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടില്ല. അത്രയും പെർഫെക്റ്റ് ഒരു ഡിസൈനോട് കൂടി ഇവോൾവ് ചെയ്തൊരു ജീവിയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ വലിയ ശരീരമുള്ള ജീവികളെല്ലാം ഇല്ലാതായത് അതിൻ്റെതായ കാരണങ്ങൾ, നാച്ചുറൽ റീസൺസ് ഉണ്ടല്ലോ, ദിനോസറുകൾ ഉൾപ്പെടെ എന്നുള്ളതാണ്. ഇപ്പോ പഴയ പഠനങ്ങളൊക്കെ ഈ അതിന്റെ പ്രത്യേകിച്ചും ബാഹ്യഘടന അല്ലെങ്കിൽ എക്സ്റ്റേണൽ മോർഫോളജി വെച്ചിട്ടുള്ള പഴയ പഠനങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഇതിന്റെ മുൻഗാമി എന്ന് പറയുന്നത്, പൊതുവായ മുൻഗാമി എന്ന് പറയുന്നത് പല്ലിയുടെയൊക്കെ വിഭാഗത്തിൽപ്പെട്ട ജീവിയാണെന്നുള്ളതാണ്. പക്ഷേ പുതിയ പഠനങ്ങൾ, ജനിതക പഠനങ്ങളൊക്കെ കാണിക്കുന്നത് ഈ ടർട്ടിൽസിന്റെ ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുന്നത് ആർക്കോസോറസ് എന്ന് പറയുന്നത് ദിനോസറിന്റെ വർഗത്തിൽപ്പെട്ട, പ്രത്യേകിച്ചും ബേർഡ്സ്, ക്രൊക്കഡൈൽസ്, ദിനോസറിന്റെ എല്ലാം കൂടെ വരുന്ന ഒരു ജീവിയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ ദിനോസറുകളുമായിട്ട് അടുത്ത് നിൽക്കുന്ന കരയിലുള്ള ഒരു ജീവിയിൽ നിന്നാണ് ഇത് പരിണമിച്ച് ഉണ്ടായത് എന്നുള്ളതാണ് വെയ്പ്പ്. അപ്പൊ അതാണ് ഒരു പാരമ്പര്യം അല്ലെങ്കിൽ പരിണാമത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം, ആമകള് പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ആമകളുണ്ട്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ ഇതെല്ലാം കൂടെ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് വായിക്കുന്നത്. നമ്മൾ എല്ലാത്തിനും ടേർട്ടിൽ നിന്നും ടോട്ടോയിസും ടെറാപ്പിൻ എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് പൊതുവായിട്ട് ഇംഗ്ലീഷിൽ ഇപ്പൊ പുതിയൊരു ജീവി എന്നാണ് എല്ലാത്തിനെയും ടേർട്ടിൽ എന്ന് പറയുക എന്നുള്ളതാണ്. കരയിലുള്ള ജീവികളെ മാത്രം നമ്മൾ ടോട്ടിസ് എന്ന് പറയും. ടോട്ടോയിസ് എന്ന് നമ്മൾ പറയുമെങ്കിൽ ടോട്ടിസ് എന്ന് ഇംഗ്ലീഷിൽ പറയണം എന്നുള്ളതാണ്. രണ്ടും തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കരയിലുള്ള ആമയും കടലിലുള്ള ആമയും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം കടലാമകളെ പിടിച്ചു നോക്കിയാൽ അറിയാം. കരയിൽ വന്നു കഴിഞ്ഞാൽ തല പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് വലിക്കാനുള്ള കഴിവില്ല. അതൊരു അക്വാട്ടിക് അഡാപ്റ്റേഷൻ ആണ്. തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്ക് വന്ന ജീവികളുടെ ഒരു മാറ്റമാണ്. തല പൂർണ്ണമായിട്ടും അതിന്റെ പുറന്തോടിനുള്ളിലേക്ക് എടുക്കാനുള്ള കഴിവില്ല. അത് ഹൈൻഡ് ലംബും അങ്ങനെ പൂർണ്ണമായിട്ടും വലിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അതേസമയം കരയിൽ ജീവിക്കുന്ന ആവുകളുടെ കാരപ്പേസ്, അതിന്റെ പുറന്തോട് കുറച്ചും കൂടി ഒരു ആർച്ച് ഷേപ്പിലായിരിക്കും. കാരണം അത്ര അധികം ഓർഗൻസിനെ അവിടെ വെക്കണം. അതിന്റെ ബാക്കിയുള്ള ബയോളജിക്കൽ റീസൺസ് കൊണ്ട് എലിവേറ്റഡ് ആണ്, ഓയിഡ് ആയിരിക്കും. പിന്നെ മുൻകാലുകൾ വളരെ ചെറുതായിരിക്കും. കാരണം കരയിൽ തന്നെ നടക്കണം, ഇത്രയും വലിയ ശരീരമായിട്ട് നടക്കണം. വലിയ കാലം ഉണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടാണ്, ഇത്രയും ഭാരം താങ്ങാൻ കഴിയില്ല. അപ്പൊ ചെറിയ കാലുകളായിരിക്കും. അതേസമയം നിങ്ങൾക്കറിയാം, കടലാമകൾക്ക് മുൻകാലുകളെല്ലാമാണ് ഫ്ലിപ്പറുകളായിട്ട് മാറിയിരിക്കുന്നത്. അതാണ് തുഴയായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ മിക്കവാറും കരയിലുള്ള ആമകളെല്ലാം പ്രധാനമായിട്ടും വെജിറ്റേറിയൻസ് ആണ്. അതേസമയം കടലിലുള്ള ജീവികളെല്ലാം ഓംനിവോറസ് ആണ്. കാരണം അതിന്റെ അങ്ങനെയുള്ളൊരു ജീവിത രീതിയെ ഇത്രയും വൈവിധ്യമുള്ള ജീവജാലങ്ങൾക്ക് പിന്തുടരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കടലാമകളുടേത് പുറന്തോട് കുറച്ചും കൂടെ ഫ്ലാറ്റ് ആണ്. അതുപോലെ തന്നെ തലയും കാലുകളും പൂർണ്ണമായിട്ടും അതിന്റെ പുറന്തോടിനുള്ളിലേക്ക് എടുക്കാനുള്ള കഴിവുണ്ടാവില്ല. തല എടുക്കാൻ പറ്റും, പക്ഷെ ഭാഗികമായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഓംനിവോറസ് ആണ്. ഇത്രയാണ് അതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്നുള്ളതാണ്. ഇനി ലോകത്ത് എത്രമാത്രം കടലാമകൾ, എത്രമാത്രം ആമകളുണ്ട് എന്നുള്ളതിനെ പറ്റി ഏതാണ്ടൊരു ധാരണ ഇപ്പോൾ ഉണ്ട്. ഇനി പുതുതായിട്ട് അധികമൊന്നും കണ്ടുപിടിക്കാൻ ഉണ്ടാവില്ല. കാരണം ഏതാണ്ട് പൂർണ്ണമായിട്ട് പഠന വിധേയമാക്കിയ ഒരു ഗ്രൂപ്പ് ഓർഗാനിസംസ് ആണ് ആമകൾ. ഏതാണ്ട് 360ഓളം സ്പീഷീസിൽപ്പെട്ട ആമകൾ കടലിലും കരയിലുമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് 7 മാത്രമാണ് കടലിൽ കാണുന്നത് എന്നുള്ളതാണ്. 360 എണ്ണത്തിൽ ഏതാണ്ട് 127 ഒന്നുകിൽ എൻഡേഞ്ചേർഡ് ആണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. അതിന്റെ അർത്ഥം നല്ലൊരു ശതമാനം ഇന്ന് ജീവിച്ചിരിക്കുന്ന കടലാമകളെല്ലാം വംശനാശത്തിന്റെ ഭീഷണിയിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സ്വാഭാവികമായിട്ടും കരയിൽ നിന്നും കടലിലേക്ക് പോയവയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റെതായ, കടലാമകൾക്ക് അതിൻ്റെതായ അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കടലിൽ ജീവിക്കാനുള്ള അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കാനുള്ള രീതിയിൽ അതിന്റെ ശരീരം മുഴുവൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തേത്, ഷെല്ലെല്ലാം, ഉയരം കൂടിയ ഷെല്ലെല്ലാം പരന്ന് കർഷണം കുറയുന്ന, ഡ്രാഗ് കുറയുന്ന രീതിയിൽ വെള്ളത്തിൽ ജീവിക്കാനുള്ള പരുവപ്പെട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത്തത്, പിന്നെ വളരെ വേഗത്തിൽ നീന്തുന്നവയല്ല കടലാമകള്.
അതിന്റെ പരമാവധി സ്പീഡ് എന്ന് പറയുന്നത് 1.4 to 9.3 കിലോമീറ്റർ പെർ അവർ ആണ്. പക്ഷെ ശല്യപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഭീഷണി ഉണ്ടെങ്കിൽ ഏതാണ്ട് ഇതിന് 35 കിലോമീറ്റർ വരെ വേഗതയിൽ നീന്താനായിട്ട് കഴിയുമെന്നുള്ളതാണ്. പക്ഷെ പ്രശ്നം അത്രയും വേഗത്തിൽ നീന്തി കഴിഞ്ഞാൽ എനർജി ലോസ് വരും, പെട്ടെന്ന് അത് കുഴഞ്ഞു പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പ്രത്യേകിച്ച് ആഴങ്ങളിലേക്ക് പോകുമ്പോൾ എനർജി സേവ് ചെയ്യാനായിട്ട് ഏറ്റവും വേഗത കുറച്ചാണ് പോകുന്നത്. അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്നുള്ളതാണ്. പിന്നെ ആ മുൻകാലുകളാണ് പ്രധാനമായിട്ട് നീന്താനായിട്ട് ഉപയോഗിക്കുന്നത്. പിൻകാലുകൾ ഡയറക്ഷൻ മാറ്റാണ്. നമ്മൾ ബോട്ടിന്റെയൊക്കെ പുറകിലുള്ള റഡർ പോലെയാണ്. അപ്പൊ പിൻകാലുകൾ വെച്ചിട്ടാണ് ഡയറക്ഷൻ മാറ്റുന്നത്, മുൻകാലുകൾ തുഴയായിട്ട് ഉപയോഗിക്കും. ഇതാണ് അതിന്റെ നീന്തുന്ന ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കടൽ വെള്ളത്തിലുള്ള ജീവികളുടെ എല്ലാം വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓസ്മോ റെഗുലേഷൻ ആണ്. അധിക ശരീരത്തിനകത്ത് ഒരുപാട് ഉപ്പ് കയറി വരും. ആ ഉപ്പിനെ വെളിയിലേക്ക് കളയുക എന്നുള്ള മാർഗമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും കരയിൽ വന്നിട്ട് മുട്ടയിടാൻ വരുന്ന കടലാമകളെല്ലാം കരയുന്നു എന്ന് ആൾക്കാർ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, കരയിലേക്ക് വരുമ്പോൾ അത് ഉപ്പ് വെളിയിലേക്ക് കളയാനുള്ള ഏറ്റവും വലിയ നല്ല വഴി എന്ന് പറയുന്നത് കരഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. സോൾട്ട് ഗ്ലാൻഡ് കാണുന്നതെല്ലാം കണ്ണിന്റെ ഒരു വശത്താണ്, ഒരു കോർണറിലാണ്. അപ്പൊ അങ്ങനെയാണ് എക്സ്ട്രാ അധികം വരുന്ന ഉപ്പ് പുറത്തേക്ക് കളയുന്നത്. ഉപ്പ് കളയുന്ന രീതി ഒരുപാട് വ്യത്യാസമായിരിക്കും. ഉദാഹരണം ഏറ്റവും കൂടുതൽ അങ്ങനെ കരയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ലെതർ ബാക്കാണ്. ലോകത്തെ ഏറ്റവും വലിയ കടലാമയായ ലെതർ ബാക്കാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. ലെതർ ബാക്കിന്റെ പ്രധാനപ്പെട്ട ഭക്ഷണം ജെല്ലി ഫിഷാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഉപ്പ് അതിന്റെ ശരീരത്തിലേക്ക് കയറുകയും ചെയ്യും. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് കരുതുന്നത്. കരയിൽ നിന്നും കടലിലേക്ക് പോയത് കൊണ്ട് തന്നെ കരയിലുള്ള എല്ലാ സ്വഭാവങ്ങളും ഇതിന്റെ ജീവചക്രത്തിലുണ്ട്. ഉദാഹരണം, അത് അന്തരീക്ഷ വായുവാണ് ശ്വസിക്കുന്നത്, പൾമണറി റെസ്പിറേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഏതാണ്ട് 4 മുതൽ 7 മണിക്കൂർ വരെ പ്രത്യേകിച്ച് നീന്താതിരുന്നാൽ എയർ പിടിച്ചു വെക്കാനായിട്ട് കഴിയും. അത് ഡിപ്പെൻസ്, അതിന്റെ ആക്ടിവിറ്റി അനുസരിച്ച് ഇരിക്കും. ഏതാണ്ട് 290 മീറ്റർ വരെ ആഴത്തിലേക്ക് നീന്താനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആഴത്തിലേക്ക് നീന്തുന്നവരും ഇത് വേഗത കുറയ്ക്കും. അങ്ങനെയാണ് ഈ എയറിന്റെ ഇൻടേക്ക് കുറച്ചു കൊണ്ടുവരുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. ലെതർ ബാക്കിനാണ് ഏറ്റവും ആഴത്തിൽ നീന്തുന്നതിനുള്ള റെക്കോർഡുള്ളത്. ഏതാണ്ട് 1000 മീറ്റർ വരെ ആഴത്തിലേക്ക് പോകാനായിട്ട് ലെതർ ബാക്കിന് കഴിയും എന്നുള്ളതാണ്. കാരണം വലിയ ശരീരമാണ്, അതിന്റെ വായുവിന്റെ അറകളെല്ലാം കുറച്ചും കൂടെ വിശാലമാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇതിന്റെ ഈ നീന്താനുള്ള എനർജി കിട്ടുന്നതെല്ലാം പ്രധാനമായിട്ടും അതിന്റെ ബ്ലഡിലും മസിൽസിലുമാണ് ഈ ഓക്സിജൻ കൂടുതലായിട്ട് ശേഖരിച്ചു വെക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നീന്തലിന്റെ വേഗത കുറയ്ക്കും. പക്ഷികൾ നീന്തുന്ന പോലെയാണ്. വളരെ വേഗത്തിൽ ഒരുപാട് നേരം നീന്തണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചിറക് വിളർത്തിയേ നിൽക്കുകയുള്ളൂ. ഇതും താഴേക്ക് പോകുമ്പോൾ നീന്തുന്നത് മുഴുവൻ ശരീരത്തിന്റെ ഭാരം മുഴുവൻ താഴേക്ക് വെച്ചിട്ട് ഫ്ലിപ്പറെല്ലാം വെറുതെ വെച്ചേക്കും. അങ്ങനെയാണ് ഇതിന്റെ എനർജി കുറച്ചിട്ട് കുറച്ച് ആഴങ്ങളിലേക്ക് പോകാനായിട്ട് ഇതിന് കഴിയുന്നത് എന്നുള്ളതാണ് അതിന്റെ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയേണ്ടത്. പിന്നെ ഇതിന്റെ ഘടനയാണ്. നിങ്ങൾക്കറിയാം, ഒരു പുറന്തോടാണ്. പുറന്തോടിന്റെ മുകളിലുള്ള ആവരണം സുവോളജി പഠിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് കാരപ്പൈസ് എന്നും അടിയിലുള്ള ആ ആവരണത്തിന് പ്ലാസ്ട്രൺ എന്നാണ് പറയുക. ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇതിന്റെ ഒരു ഘടനയല്ല, ഇതിനെ തിരിച്ചറിയാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. തിരിച്ചറിയാനായിട്ട് ഏറ്റവും എളുപ്പം ഇതിന്റെ ഈ സ്ക്യൂട്ടിന്റെ ഘടന നോക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ആവരണം എന്ന് പറയുന്നത് കാരപ്പൈസിനകത്ത് ശരിക്കും 2 ലെയറാണുള്ളത്. ആ പുറത്തുള്ള ബോണി പ്ലേറ്റുകളാണ് നമ്മൾ പുറന്തോടായിട്ട് കാരപ്പൈസ് ആയിട്ട് കാണുക. ഇതിന്റെ തൊട്ടടിയിൽ ഡെർമൽ സ്ക്യൂട്ടുകൾ ഉണ്ടാകും. ഇത് ആണ് പിന്നീട് അതിൽ നിന്നാണ് പിന്നീട് ഈ പുറത്തുള്ള ഈ കാരപ്പൈസ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അത് വളരെ ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ടാണ് കടലാമകൾക്ക് വളരെ ആഴങ്ങളിലേക്ക് നീന്താൻ കഴിയുന്നത്. അപ്പൊ അതിന്റെ ഇതിന്റെ സ്കിൻ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന പുറന്തോടിന്റെ അടിയിലാണ്. അത് ഡെർമൽ സ്ക്യൂട്ടുകളാണ്. അത് ഇലാസ്റ്റിക്കാണ്. അത് കെരാറ്റിനാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം. അതിൽ നിന്നാണ് കാരപ്പൈസ് ഉണ്ടായി വരുന്നത്. അങ്ങനെയാണ് ഈ അനിമൽ ഇത്രയും ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നത്, പ്രത്യേകിച്ചും ആഴങ്ങളിലേക്ക് പോകാനുള്ള ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നത്. ഞാൻ എന്റെ ഘടനയെ പറ്റി വിശദീകരിക്കുന്നില്ല. എന്നാലും ഈ ജീവികളെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതിന്റെ 2 വശങ്ങളിലുള്ള സ്ക്യൂട്ടുകൾ എണ്ണി നോക്കുക എന്നുള്ളതാണ്. സ്ക്യൂട്ടുകൾ എണ്ണി നോക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കടലാമകള് എന്തുകൊണ്ടാണ് സാധാരണ ഈ പ്രത്യേകിച്ച് തീരദേശവാസികൾക്കും കൺസർവേഷനിസ്റ്റിനും ഏറ്റവും പ്രിയങ്കരമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകെ 7 സ്പീഷീസേ ലോകത്തുള്ളൂ. അതിൽ 4 സ്പീഷീസേ ഇന്ത്യയിൽ 5 സ്പീഷീസ് വരുന്നത്, 4 സ്പീഷീസേ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ ആകെ 5 അറിഞ്ഞാൽ മതി. 5 കടലാമകളെ തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. ഇന്ത്യയിലുള്ള കടലാമകളായി എന്നുള്ളതാണ്. ലോകത്ത് തന്നെ 7 കടലാമകളേ ഉള്ളൂ, 7 സ്പീഷീസിൽപ്പെട്ട കടലാമകളേ ഉള്ളൂ. അതിന്റെ ഈ ആന്തരിക ഇന്റേണൽ മോർഫോളജി അല്ലെങ്കിൽ ആന്തരിക ഘടന നോക്കിക്കഴിഞ്ഞാലും അതിന്റെ ശരീരത്തിന്റെ അകത്ത് ഏറ്റവും അധികം സ്പേസ് എടുക്കുന്നത് ലങ്സ് ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം. അതിനകത്താണ് ഈ 7 മണിക്കൂർ വരെ കടലിന്റെ അടിയിലേക്ക് ഉള്ള ഓക്സിജൻ അല്ലെങ്കിൽ വായു ശേഖരിച്ചു വെക്കാനുള്ള ഒരു സംവിധാനമാണ് ഇതിന്റെ ലങ്സിനകത്ത് വരുന്നത്. അതാണ് ഇത് മറ്റൊരു വലിയ പ്രത്യേകത. മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി
ഇതിന്റെ സെൻസറി ഓർഗൻസിൽ ഏറ്റവും നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒന്ന് വിഷനാണ്. ഇനി വേറൊരു പ്രത്യേകത, ഇതിന് വളരെ ചെറിയ ഇതിന്റെ കണ്ണിനകത്ത് റോഡും കോണുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിം ലൈറ്റിലും നന്നായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ കോൺസ് ഉള്ളത് കൊണ്ട് കളർ വിഷനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല, കളറായിട്ട് തന്നെയാണ് ആമകൾ കാണുന്നത് എന്നുള്ളതാണ്. അതിനൊരു പ്രശ്നമുണ്ട്, ഇത് വെള്ളത്തിൽ നന്നായിട്ട് കാണാൻ കഴിയും, ഈ കോൺസ് ഉള്ളത് ഈ റോഡ്സ് ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷെ കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൂരെയുള്ള കാഴ്ചയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവയെ കരയിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വളരെ അടുത്തുള്ള വസ്തുക്കളെ മാത്രമേ കടലാമകൾക്ക് കരയിൽ നന്നായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഈ വിഷയം നന്നായിട്ട് വരുന്നത് കടലിലാണ് എന്നുള്ളതാണ്. ഇതും കൂടി നമ്മൾ ഓർക്കണം എന്നുള്ളതാണ്. വേറൊരു പ്രത്യേകത, കടലാമയുടെ പുറത്ത് പിടിച്ചാൽ ഇത് അറിയുമോ എന്നുള്ളതാണ്. ഇതിന്റെ സെൻസറി ഓർഗൻസ് ശരീരത്തിൽ കാരപ്പീസിൽ ഉൾപ്പെടെ എല്ലാ ഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഇതിന് ടച്ച് ഫീൽ ചെയ്യാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് വിടുമ്പോൾ കഴിയുന്നതും കൈ കൊണ്ട് അധികം ഹാൻഡിൽ ചെയ്യരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇത് ടച്ച് നന്നായിട്ട് ഫീൽ ചെയ്യുമ്പോൾ സ്ട്രെസ് വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ പിന്നീട് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഹിയറിംഗ് റിലേറ്റീവ്ലി മെച്ചമാണ്. കാരണം ഇതിനൊരു ചെറിയ ടിംപാനമുണ്ട്, എക്സ്റ്റേണൽ ഇയർ ഇല്ല എങ്കിലും. അതുകൊണ്ട് തന്നെ ചെറിയ വൈബ്രേഷൻസും ഒക്കെ നന്നായിട്ട് ഇതിന് ഫീൽ ചെയ്യാനായിട്ട് കഴിയും. മറ്റൊരു ഏറ്റവും നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സെൻസറി ഓർഗൻ സ്മെല്ലാണ്. ഇതുവരെയുള്ള ധാരണ, ഒരു കടലാമ മുട്ടയിട്ട് ഇപ്പൊ ശംഖുമോഹൻ തീരത്ത് നിന്ന് മുട്ടയിട്ടിട്ട് ഉൾക്കടലിലേക്ക് പോയി 30 വർഷം കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നാൽ തിരിച്ചെത്തുന്നത് അത് വിരിഞ്ഞിറങ്ങിയ കടലിന്റെ അല്ലെങ്കിൽ കടൽ തീരത്തിന്റെ മണം അല്ലെങ്കിൽ ആണ് എന്നുള്ളൊരു ധാരണ പൊതുവായി ഉണ്ട് എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ഈ സയൻസ് വ്യക്തമായിട്ടില്ല. പക്ഷെ സെൻസ് ഓഫ് സ്മെല്ല് അതും മൈൻഡിൽ രജിസ്റ്റർ ചെയ്യും അല്ലെങ്കിൽ ബ്രെയിനിൽ റെക്കോർഡ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ധാരണയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നല്ല ഈ സെൻസറി ഓർഗൻസ്, പ്രത്യേകിച്ച് സ്മെല്ല്, വിഷൻ, ഇത് രണ്ടും ഇതിന് തിരിച്ച് കരയിലേക്ക് വരാനായിട്ട് പുതിയൊരു തിയറി കൂടെ ഞാൻ അത് അവസാനം പറയാം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ധാരണ എന്ന് പറയുന്നത്, എങ്ങനെയാണ് മുട്ട വിരിഞ്ഞ് പോകുന്ന തീരത്തേക്ക് തന്നെ അത് തിരിച്ചു വരുന്നത്. സ്മെല്ലാണെന്ന് നേരത്തെ പറഞ്ഞു, നല്ലൊരു സെൻസറി പെർസെപ്ഷൻ സ്മെല്ലുമായിട്ട് ബന്ധപ്പെടുത്തിയുണ്ട്. രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ്, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഇവയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ചറിയാനായിട്ട് എന്തുകൊണ്ട് കഴിയുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് തീർച്ചയായിട്ടും പിന്നെ വിരിഞ്ഞ് ഇറങ്ങിയ കടൽ തീരത്തിന്റെ മണലുമായിട്ട് ബന്ധപ്പെട്ട, അവിടുത്തെ ധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറി ഉണ്ട്. ഏറ്റവും അവസാനത്തെ തിയറി പറയുന്നത് ബാക്ടീരിയ ആണെന്നുള്ളതാണ്. ഈ ബാക്ടീരിയ, പ്രത്യേകിച്ച് വിരിഞ്ഞിറങ്ങുന്ന തീരത്ത് ബാക്ടീരിയ ഉണ്ടല്ലോ, അതാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയ അകത്ത്, ഇതിന്റെ അകത്തുള്ള ഈ മെറ്റാലിക് എലിമെന്റ്സ് ആണ് ഇതിനെ അൾട്ടിമേറ്റ്ലി ഈ ഹോം റേഞ്ചിങ്ങിലേക്ക് തിരിച്ചു വരാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും അവസാനത്തെ ഹൈപ്പോത്തസിസ് സിദ്ധാന്തം അതാണ്. പക്ഷെ നമുക്കറിയില്ല, ശാസ്ത്രം അത് പറഞ്ഞാൽ ഇത് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു തിരിച്ചുവരവുണ്ടല്ലോ, അത് പിറന്ന മണ്ണിലേക്ക് തിരിച്ചു വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഈ കാരണങ്ങളെല്ലാം കൂടിയായിരിക്കും തിരിച്ച് വഴി കണ്ടെത്താനായിട്ട് ഇതിനെ സഹായിക്കുന്നത് എന്നുള്ളതാണ് പുതിയ വയ്പ്. അപ്പൊ തീർച്ചയായിട്ടും പിന്നെ ഭൂമിയുടെ ഒരു കാന്തിക മണ്ഡലം ഇതിനെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ സ്വാധീനിക്കാനുള്ള ഒരു കാരണം തീർച്ചയായിട്ടും അതിനകത്തുള്ള ബാക്ടീരിയയോ അല്ലെങ്കിൽ വിരിഞ്ഞിറങ്ങിപ്പോയ സ്ഥലത്തെ മണലിന്റെ സാന്നിധ്യമോ ഒക്കെയാണ് എന്നുള്ളതാണ്. അത് തിരിച്ച് ആമകൾ തിരിച്ചു വിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ അതിലേക്ക് വരാം. അതും ഈ കാന്തിക മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ ഈ ഹോം റേഞ്ചിങ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ കടലാമകളുടെ വേറൊരു സവിശേഷത, വിരിഞ്ഞിറങ്ങിപ്പോയ തീരപ്രദേശത്ത് തന്നെ തിരിച്ചു വരുന്ന ഒരു രീതിയാണ്. അതിനാണ് നേരത്തെ പറഞ്ഞ ഈ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു പാരിസ്ഥിതിക ധർമ്മമുണ്ട്. കടലിൽ എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു റോൾ എന്നുള്ളതാണ്. ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കടലിലെ അംബാസഡർമാരെന്നാണ് ഇവരെ അറിയപ്പെടുന്നത്, ഈ കടലാമകളെ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കടലിലെ പ്രത്യേകിച്ചും പുൽമേടുകൾ, ഈ സീഗ്രാസ് ബെഡ്, അതിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. കാരണം അവിടെ മേയുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗ്രീൻ ടേർട്ടിൽ പോലുള്ള ടേർട്ടിൽസ് കടൽ പുല്ല് ആഹാരമാക്കി ജീവിക്കുന്നവയാണ്. പിന്നെ നമ്മൾ അധികം ചർച്ച ചെയ്യാത്തൊരു വിഷയം എന്ന് പറയുന്നത്, കടലിൽ നിന്ന് പോഷകങ്ങളുമായിട്ടാണ് കരയിൽ കയറി വരുന്നത്. കരയിൽ കയറി എഴഞ്ഞാണല്ലോ വരുന്നത്. അപ്പൊ ഈ കടലിലുള്ള പോഷകങ്ങൾ മുഴുവൻ വഴിയിലെല്ലാം ഇത് നിക്ഷേപിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിക്ഷേപിക്കുന്ന പോഷകങ്ങളാണ് പലപ്പോഴും ഈ തീരപ്രദേശത്ത് സാൻഡ് ഡ്യൂൺസ് ഉണ്ടല്ലോ, സാൻഡ് ഡ്യൂൺസിനകത്ത് വെജിറ്റേഷൻ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിരന്തരമായിട്ട് ആമകൾ വരികയും പോവുകയും ചെയ്യുമ്പോൾ കടലിൽ നിന്ന് പോഷകങ്ങൾ കരയിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ട്. അതിന്റെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് ഉണ്ട്. ഇതെല്ലാം കൂടി കടലിലെ, പ്രത്യേകിച്ചും കടലിലെ തീരപ്രദേശങ്ങളിലെ സാൻഡ് ഡ്യൂൺസിൽ വെജിറ്റേഷൻ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നു എന്നുള്ള ഒരു വാദമുണ്ട് എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും നിങ്ങൾക്കറിയാം, ആ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ യെല്ലോ ടാങ് എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്. അത് മിക്കവാറും ഈ കടലാമകളുമായിട്ട് ബന്ധപ്പെടുത്തി അതിന്റെ ശരീരത്തിന്റെ പുറത്ത്, പ്രത്യേകിച്ചും കാരപ്പീസിന്റെ പുറത്തുള്ള ആൽഗെ, പെരിഫൈറ്റൻ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആഹാരം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കടലാമകളുമായിട്ട് ചേർന്നായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് യെല്ലോ ടാങ്കിനെ കാണാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ട്.
പിന്നെ എപ്പോഴും നമ്മൾ പറയുന്നത് ഈ ജെല്ലി ഫിഷിന്റെ കാര്യമാണ്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ കടലാമകളും ജെല്ലി ഫിഷ് അല്ല കഴിക്കുന്നത്. അതും കൂടി ഓർക്കണം. അതിനകത്ത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ലെതർ ബാക്ക് ആണ്. പക്ഷെ നമ്മളെ ധാരണ എല്ലാ ജെല്ലി ഫിഷും കഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആഹാരം ജെല്ലി ഫിഷ് ആണെന്നുള്ളതാണ്. അങ്ങനെയല്ല. അതിനകത്ത് ചില ഉദാഹരണം ഗ്രീൻ ടർട്ടിൽ ജെല്ലി ഫിഷ് കഴിക്കത്തേയില്ല. അത് പ്രധാനമായിട്ടും കടൽപ്പുള്ളികളാണ് കഴിക്കുന്നത് എന്നുള്ളതും കൂടി ഓർക്കണം എന്നുള്ളതാണ്. എന്നാലും ഈ കടലിൽ ജെല്ലി ഫിഷിന്റെ നേരിട്ട് കഴിക്കുന്ന വലിയ മത്സ്യങ്ങളും ഡോൾഫിൻ ഫിഷ് പോലുള്ള വലിയ മത്സ്യങ്ങളും ഏറ്റവും കൂടുതൽ ആഹാരമാക്കുന്നത് ടേർട്ടിൽസ് ആണ്. അങ്ങനെ ജെല്ലി ഫിഷ് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് വലിയൊരു റോള് ഇതിനകത്ത് ഈ ടേർട്ടിൽസിനുണ്ട് എന്നുള്ളത് നോക്കണം. അതുകൊണ്ട് പിന്നെ ഇതൊരു ഇൻഡിക്കേറ്ററാണ്, കടലിന്റെ ആരോഗ്യത്തിന്റെ പ്രതീകങ്ങളാണ്. കാരണം ഇത്രയധികം മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ജീവിയാണ്. ആരോഗ്യമുള്ള കടലിൽ മാത്രമേ ഇതിന്റെ സ്ഥിരമായിട്ടുള്ള സാന്നിധ്യം കാണുകയുള്ളൂ. പ്രത്യേകിച്ചും മുട്ടയിടാനായിട്ട് നല്ല ആരോഗ്യമുള്ള മലിനമായ ഒരു പ്രദേശത്തും ഇത് വരത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു ഇൻഡിക്കേറ്ററാണ്, ഹെൽത്തിന്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അടുത്ത കാലത്തായിട്ട് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, മുട്ട വിരിയുമ്പോഴുള്ള ചൂടാണ് ഇതിന്റെ ലിംഗനിർണ്ണയം നടത്തുന്നത്, സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും മുട്ട വിരിയുന്നത് കൂടുതൽ പെണ്ണാമകളാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്തെ കാലാവസ്ഥാ പഠനങ്ങളിലെല്ലാം വലിയൊരു എക്സ്പെരിമെന്റൽ അനിമലായിട്ട് ഇത് മാറുന്നുണ്ട്. കാരണം കാലാവസ്ഥാ മാറ്റം എങ്ങനെയാണ്, പ്രത്യേകിച്ച് ചൂട് എങ്ങനെയാണ് ഇതിന്റെ ലിംഗനിർണ്ണയം നടത്തുന്നതെന്നും ചൂട് കൂടിയാൽ എങ്ങനെ ഒരു പ്രത്യേക സെക്സിൽപ്പെട്ട അല്ലെങ്കിൽ ഫീമെയിൽസ് മാത്രം ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട്. കാലാവസ്ഥാ മാറ്റം രൂക്ഷമായാൽ ആദ്യം ബാധിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കടലാമകളെയാണ്. കാരണം ഒരു സ്ക്യൂഡ് പോപ്പുലേഷൻ ആയിരിക്കും, എപ്പോഴും ഫീമെയിൽ ഓറിയന്റഡ് പോപ്പുലേഷൻ ആയിരിക്കും എന്നുള്ളൊരു ധാരണയുണ്ട്. പിന്നെ ഈ പല സ്ഥലങ്ങളിലും ഈ പരിസ്ഥിതി മലിനീകരണം ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട്, പ്രത്യേകിച്ച് പാപ്പിലോമ ഉണ്ടാക്കുന്നതായിട്ട് ഒരുപാട് പഠനങ്ങളുണ്ട്. അത് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് അടുത്ത കാലത്തെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കടലിലെ രാസവസ്തുക്കൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു ജീവിയും കൂടിയാണ്. അതുകൊണ്ടൊക്കെയാണ് ഇതിനെ കടലിലെ അംബാസിഡർമാരെന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇന്ത്യൻ തീരത്ത് കാണുന്ന കടലാമകൾ ഏതൊക്കെയാണ്, പെട്ടെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഇത് ലോകത്തുള്ള 7 തരത്തിലുള്ള കടലാമകളും അവയുടെ താരതമ്യമായിട്ടുള്ള ഒരു സൈസുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഏറ്റവും വലിയ ആമ എന്ന് പറയുന്നത് ലെതർ ബാക്ക് ആണ്. അതിനകത്ത് ഏറ്റവും ചെറിയ ആമ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ഷേപ്പിൽ തന്നെ അറിയാം, അത് കെംസ് റെഡ്ലി എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറിയ ആമ. 2 അടി ആണ് അതിന്റെ നീളം വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ വൃത്തിയാണ്, 2.5 അടി വരെ വളരുന്ന ജീവിയാണ്. ഇത് ഓരോന്നും എങ്ങനെ തിരിച്ചറിയാവുന്ന വളരെ ലളിതമായിട്ട് ഈവൻ സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പലപ്പോഴും തെറ്റിപ്പോകുന്നത് ഗ്രീൻ ടർട്ടിലും ഹോക്സ് ബില്ലും ആയിട്ടാണ്. എന്നാലും ഗ്രീൻ ടർട്ടിലിനെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് നോക്കിയിട്ട് പറയാം എന്തൊക്കെയാണെന്ന്. ഒന്ന്, ശരീരത്തിൽ 2 സൈഡിൽ എത്ര സ്ക്യൂട്ട് ഉണ്ടെന്ന് മാത്രം എണ്ണിയാൽ മതി. 2 സൈഡിലും സ്ക്യൂട്ട് എത്ര ഉണ്ടെന്ന് എഴുതിയാൽ നോക്കിയാണ് അത്ര ഉണ്ട്. 4 സ്ക്യൂട്ടാണ്. പിന്നെ തലയുടെ മുകളിലേക്ക് നോക്കുക. തലയുടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നാസാരന്ധ്രത്തിന് തൊട്ട് മുകളിലായിട്ട് ഒരു പേര് പ്രീഫോണ്ടൽ സ്കെയിലും കാണും. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് കുഞ്ഞുങ്ങളിൽ തന്നെ ഉണ്ടാവും. അപ്പൊ കുഞ്ഞുങ്ങളെയും തിരിച്ചറിയാൻ പറ്റും. ഈ എണ്ണം കറക്റ്റ് ആയിരിക്കും. അപ്പൊ 2 പാർശ്വങ്ങളിലും 4 ജോഡി സ്ക്യൂട്ടുകളാണ് ഉണ്ടാകുക. തലയുടെ മുകളിൽ പ്രീഫ്രോണ്ടൽ സ്കെയില് 1 ജോഡി ഉണ്ടാവും. ഇത് വെച്ചിട്ട് പിന്നെ ഇതിന്റെ ബീക്ക് നോക്കുക. ബീക്ക് കുറച്ച് ടൂത്തറായിരിക്കും, കുറച്ച് ഡെന്റേഷൻ ഉള്ള ഒരു ബീക്കായിരിക്കും, ചുണ്ടായിരിക്കും ഇതിനുണ്ടാകുക. ഇങ്ങനെയാണ് നമുക്ക് ഗ്രീൻ ടർട്ടിലിനെ തിരിച്ചറിയാൻ കഴിയുക. പൊതുവായ ഒരു ധാരണ ഗ്രീൻ ടർട്ടിൽ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറാണെന്നുള്ളതാണ്. അങ്ങനെയല്ല, ഗ്രീൻ കളറുമായിട്ട് യാതൊരു ബന്ധമില്ല. ആ പേര് വരാൻ കാര്യം ഒരുപക്ഷെ കടൽ പുല്ലുകൾ ധാരാളം കഴിക്കുന്നത് കൊണ്ട് ഇതിന്റെ ഫാറ്റിലൊരല്പം പച്ച നിറം ഉണ്ടാകാം, അതുകൊണ്ടാകാം ആ ഒരു പേര് വന്നത് എന്നുള്ളതാണ്. ഇത് എൻഡേഞ്ചേർഡ് ആണ്. നമ്മൾ റെഡ് ലിസ്റ്റിനകത്ത് എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരിക. പരമാവധി 110 സെന്റിമീറ്റർ നീളവും 145 കിലോഗ്രാം ഭാരവും ഉണ്ടാകും ഇതിന്. ഇനി ഇത് മാത്രമല്ല, കടൽ തീരത്ത് വന്നിട്ട് പോയാൽ നമ്മൾ ആമയെ കാണുന്നില്ല. പക്ഷെ ആമ മുട്ടയിടാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നോക്കാം, അതിന്റെ ട്രാക്ക് മാർക്ക് ഉണ്ടാവും. ഓക്കെ, ഒരു ട്രാക്ടർ ഓടിച്ച പോലെ ഒരു പാടുണ്ടാവും ആ കടൽ തീരത്ത്. ഇത് നമുക്ക് അതിന്റെ നീളം, വീതി, ഘടന ഈ 3 നോക്കിക്കഴിഞ്ഞാൽ ഏത് ആമയാണ് കടലിൽ തീരത്ത് വന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും. അത് പ്രധാനമായിട്ട് നോക്കേണ്ടത് ആ ട്രാക്ക് മാർക്കിന്റെ ഒരു സ്ട്രക്ചറാണ്. ഞാൻ അതിലേക്ക് വരാം. ഈ ചിത്രം നോക്കി ഏതാണ്ട് ധാരണയുണ്ടാവും. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് കാണുന്ന 2 രീതിയിലുള്ള ട്രാക്ക് മാർക്കുകളാണ് നമുക്ക് കടൽ തീരത്ത് കാണാൻ കഴിയുക. ഇപ്പോൾ കേരളത്തിൽ വരുന്ന ആമകളിൽ നല്ല ശതമാനവും ഒരു ഉരുളി മാത്രമേ ഇപ്പൊ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഗ്രീൻ ടർട്ടിലിന്റെ പഴയ റെക്കോർഡുണ്ട്. പഴയ കാലത്ത് എനിക്ക് തോന്നുന്നു സതീഷിന്റെ ഒക്കെ ഒരു പഠനത്തിനകത്ത്, ഭാസ്കരൻ ആ ഗ്രൂപ്പിന്റെ ഒക്കെ ഒരു പഠനത്തിനകത്ത് ലെതർ ബാക്ക് ടർട്ടിൽ 1950-കളിൽ കേരളത്തിൽ നെസ്റ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ലെതർ ബാക്കിന് പറ്റിയ തീരമൊന്നും ഇപ്പൊ നമുക്കില്ല. അത്രയും വിശാലമായ തീരങ്ങൾ വേണം എന്നുള്ളതാണ്.
അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒലിവുരലിയുടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒലിവുരലിയുടെ പിന്നെ ട്രാക്ക് മാർക്ക്. ആ ഒലിവുരലിയുടെ ട്രാക്ക് മാർക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം കഴിയുക നമുക്കൊരു 6 ആക്ക് പാറ്റേൺ ഉണ്ടാവും. 2 പാറ്റേൺ ഉണ്ടാകുക. ഒന്ന് ഇത് കരയിലേക്ക് കയറുമ്പോഴും കടലിൽ സഞ്ചരിക്കുന്ന 2 രീതിയിലാണ്. കരയിൽ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും പിൻകാല് ഉപയോഗിച്ചിട്ടാണ് മുന്നിലേക്ക് പോവുക. പിന്നീട് അതിന്റെ പ്ലാസ്റ്ററാണ്, അതിന്റെ ബ്രസ്റ്റാണ് വെക്കുക. കര ഈ ഫ്ലിപ്പർ വെച്ചിട്ടാണ് തുഴഞ്ഞ് നീന്തി എഴഞ്ഞ് മുമ്പിലേക്ക് പോവുക. അപ്പൊ നമുക്ക് പിൻകാലിന്റെ പാടുകൾ ഉണ്ടാവാം, ശരീരം വെച്ച ഒരു അടയാളം ഉണ്ടാവാം, പിന്നെ മുൻകാലുകളുടെ മാർക്ക് ഉണ്ടാവും. മുൻകാലുകളുടെ മാർക്കാണ് പലപ്പോഴും ട്രാക്ക് മാർക്കായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് ഒലിവുരലിയുടെ മാർക്ക് നമുക്ക് എളുപ്പം തിരിച്ചറിയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു 6 ആക്ക് പാറ്റേൺ ഉണ്ടാവും. ഏറ്റവും ചെറുതായിരിക്കും 6 ആക്ക് പാറ്റേൺ ഉണ്ടാകാം. പരമാവധി ഒരു 94 മുതൽ 144 സെന്റിമീറ്റർ വരെ വീതി ഉണ്ടാവുള്ളൂ. അപ്പൊ 2 തരത്തിലുള്ള മാർക്ക് ഉണ്ടാവാം. കാലിന്റെ ഒരു മാർക്ക് നടുവിലുണ്ടാകാം. ട്രാക്ക് മാർക്ക്, ഫ്ലിപ്പറിന്റെ മാർക്ക് കണ്ടിന്യൂസ് ആയിരിക്കില്ല, അത് അതിന്റെ പാറ്റേൺ പാരലൽ ആയിരിക്കില്ല, എപ്പോഴും 6 ആക്ക് ആയിരിക്കും. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒലിവുരലിയാണോ എന്ന് അറിയാൻ പറ്റും. നമുക്ക് അടുത്ത മാർക്കും കൂടെ നോക്കിയാൽ അറിയാൻ പറ്റും. അടുത്തത് ഒലിവുരലിയാണ്. പലപ്പോഴും ഒലിവുരലിയും ഗ്രീൻ ടൈറ്റിലും തമ്മിലാണ് നമ്മളെപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുക. എന്താ വ്യത്യാസം? സ്കൂട്ടുകളുടെ എണ്ണത്തില് എണ്ണം കൂടുതലാണ്. കൂടുതൽ മാത്രമല്ല, കൃത്യമായിട്ടുള്ള എണ്ണമാണ്. ആ എണ്ണം 7ആണ്. പിന്നെ ഏറ്റവും ചെറിയ ടൈറ്റിലാണ് ഇതിന്റെ കാരപ്പൈസ് ഏതാണ്ട് ട്രയാങ്കുലർ ആയിരിക്കും, കുറച്ചും കൂടി ട്രയാങ്കുലർ ആയിരിക്കും. ഏറ്റവും ചെറുതാണ്. 7 സ്കൂട്ടുകൾ കാണും. മേളില് തലയുടെ മേളില് മൂക്കിന്റെ നേരെ മുകളിലായിട്ട് 2 പേർ ഈ പ്രീഫ്രോണ്ടൽ സ്കെയിൽസും കാണും. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സംശയം വേണ്ട, ഗ്രീൻ ആണോ ഒലിവുരലി ആണോ നോക്കുകയാണെങ്കിൽ 2 വശങ്ങളിലെയും സ്ക്യൂട്ടുകൾ എണ്ണി നോക്കിയാൽ മാത്രം മതി, പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. 1-ന് 4 ആണെങ്കിൽ ഇതിന് 7 എണ്ണം ഉണ്ടാവും. ഇത് കുഞ്ഞുങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇത് അറിയാനും പറ്റും. ഇനി ആൺപെൺ ജീവികൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ഒരുപോലെ ഇരിക്കും, പക്ഷേ ആൺ ആമയുടെ വാല് കുറച്ചും കൂടെ വലുതും നീണ്ടതുമായിരിക്കും. പെണ്ണാമയുടെ വാല് കുറച്ച് ചെറുതും ഷോർട്ട് ആൻഡ് സ്റ്റബി ആയിരിക്കും, ചെറുതായിരിക്കും. ഇതാണ് വേറൊരു വ്യത്യാസം. അത് ഈവൻ കുഞ്ഞുങ്ങളിൽ പോലും വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ആണാമയും പെണ്ണാമയും കൂടി തിരിച്ചറിയാനായിട്ട് പറ്റും. പിന്നെ ആണാമ കരയിലേക്ക് കയറില്ല എന്നറിയാം, ഒരിക്കലും കയറില്ല. പെണ്ണാമ മാത്രമേ കരയിലേക്ക് വരൂ. ഈ ഒരു വ്യത്യാസം കൂടിയുണ്ട്. പിന്നെ ഒലിവുരലിയാണ് ലോകത്ത് ഏറ്റവും അധികമുള്ളത്. അതുകൊണ്ട് എൻഡേഞ്ചേർഡ് അല്ല, വൾനറബിൾ ആണ്. ഈ ഒലിവുരലി വൾനറബിൾ ആണ്. കാരണം ഏറ്റവും അധികം ഇപ്പോഴും ലോകത്ത് എണ്ണത്തിൽ കൂടുതലുള്ളത് ഒലിവുരലിയാണ്. ഇതിന്റെ ആഹാരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഈ ഗ്രീൻ ടൈറ്റിലിന്റെ പ്രധാനപ്പെട്ട ആഹാരം കടൽ പുല്ലാണ്. ഇതിന്റെ ഒലിവുരലി കഴിക്കുന്നത് ക്രസ്റ്റേഷ്യൻസ് ആണ്. ക്രസ്റ്റേഷ്യൻ ക്രാബ്, ഷ്രിംസ് ഒക്കെ കഴിക്കും, മൊളസ്ക് കഴിക്കും, ജെല്ലി ഫിഷ് കഴിക്കും, കുറച്ച് പ്ലാന്റ് മെറ്റീരിയലും കഴിക്കും. അത് പ്യൂർലി ഓംനിവോർ ആണ്. പിന്നെ ഓപ്പർച്യൂണിസ്റ്റിക്കുമാണ്. എന്താഹാരം എവിടെ ഉണ്ടോ അതനുസരിച്ച് ഇതിന്റെ ആഹാര രീതി മാറും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. വൾനറബിൾ ആണ് ഒലിവുരലി. ട്രാക്ക് മാർക്ക് ഉണ്ടോ? ട്രാക്ക് മാർക്ക് വളരെ ചെറുതാണ്, 70 മുതൽ 80 സെന്റിമീറ്റർ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ ഈ കേരളത്തിലെ മുട്ടയിടാൻ വരുന്ന ഏറ്റവും വീതി കുറഞ്ഞ ട്രാക്ക് മാർക്ക് ഒലിവുരലിയുടേതായിരിക്കും. 6 ആക്ക് പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, ആ കാലിലാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് വരുന്നത്, ചെറിയ ആമയായത് കാരണം. അതുകൊണ്ട് കാലിന്റെ ആ മാർക്ക് വളരെ കൃത്യമായിട്ട് കാണുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് ഒലിവുരലിയുടെ ഇത് തിരിച്ചറിയാം. 105 മുതൽ 120 വരെ മുട്ടകളായിരിക്കും സാധാരണഗതിയിൽ ഈ ആമ ഇടുന്നത്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് പരമാവധി 4 സെന്റിമീറ്റർ, സാധാരണ 3.5 മുതൽ 4 സെന്റിമീറ്റർ വരെയാണ് ഇതിന്റെ സൈസ്, മുട്ടയുടെ വലുപ്പം വരുന്നതെന്നുള്ളതാണ്. ഒലിവുരലിയുടെ പ്രത്യേകത, ഒലിവുരലി എപ്പോഴും സാധാരണഗതിയിൽ പല പോപ്പുലേഷൻസും ഒരുമിച്ചാണ് മുട്ടയിടാനായിട്ട് എത്തുക. സ്പാനിഷ് വാക്കാണ്, ഒരുമിച്ച് വരുന്നതിന്റെ പേരാണ് അരിബാദ എന്ന് പറയുന്നത്. അരിബാദ എന്ന് പറഞ്ഞാൽ മാസ് അറൈവൽ എന്നുള്ള വാക്കാണ് സ്പാനിഷില്. അരിബാദ എന്ന് പറയുന്നത് ഒരുമിച്ച് മുട്ടയിടാനായിട്ട് വരിക. ഏറ്റവും വലിയ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഗഹിർമാതയിലാണ്. ഗഹിർമാത എന്ന് പറഞ്ഞ ബീച്ച് ഇപ്പൊ ഇല്ല, ഒറീസയിലാണ്. ഗഹിർമാത ഒരു ചുഴലിക്കാറ്റിന് ശേഷം ഗഹിർമാത ബീച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായി. ഇപ്പൊ ഋഷിയില്ല എന്ന് പറയുന്ന അവിടെ ഒരു അഴിമുഖമുണ്ട്. അവിടെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആമകൾ മുട്ടയിടാനായിട്ട് വരുന്നത്. ഗഹിർമാതയുടെ പല ഏതാണ്ട് 10-20 കിലോമീറ്റർ ഉണ്ടായിരുന്ന ബീച്ച് ഇപ്പൊ പല കഷ്ണങ്ങളായിട്ട് മാറി ഒരു ചുഴലിക്കാറ്റിന് ശേഷം. അപ്പൊ അതുകൊണ്ട് വലിയ ഭീഷണിയാണ്. കഴിഞ്ഞ വർഷം വേറൊരു പ്രത്യേകത, സാധാരണഗതിയില് നല്ല പൂർണ്ണ ചന്ദ്രനുള്ള ദിവസം രാത്രിയാണ് ഒരുമിച്ച് മുട്ടയിടാൻ വരിക. ഒരുമിച്ച് മുട്ടയിടാൻ വന്നതിന്റെ റെക്കോർഡും ഗഹിർമാതയ്ക്കാണ്. ഏതാണ്ട് 4.5 ലക്ഷമാണ്. 4.5 ലക്ഷം ആമകളാണ് ഒരേ ദിവസം വരുന്നത്. പലപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ വരും, ഒരേ സ്ഥലത്ത് തന്നെ പിന്നെ കുഴിയുണ്ടാക്കും, ഒരേ സ്ഥലത്ത് തന്നെ മുട്ടയിടുകയും ചെയ്യും. അത് വലിയ രസകരമായ പ്രോസസ്സാണ്. അപ്പൊ ഈ കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ വ്യത്യാസം, അത് കാലാവസ്ഥ മാറ്റമാണെന്ന് അറിയില്ല, പകല് വന്നു. കഴിഞ്ഞ വർഷത്തെ ആദ്യമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പകല് ഈ ആമകൾ മുട്ടയിടാനായിട്ട് വന്നിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ്. ഇത് സാധാരണഗതിയിൽ ഈ കേരള തീരത്ത് മുട്ടയിടാൻ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആമകൾ
തീരത്തേക്ക് വരുന്നത്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കുറച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഒറീസ തീരത്തുള്ള ആമകള് ആഹാരം തേടിയുള്ള യാത്രയിൽ ശ്രീലങ്കൻ തീരം വരെ പോകുമെന്നും തിരിച്ചു വീണ്ടും വരുമെന്നൊക്കെയാണ് ആദ്യത്തെ പഠനങ്ങൾ കാണിക്കുന്നത്. വിശദമായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയും കൂടിയാണ്. നാലാമത്തെ ഇനം കേരളത്തിൽ കാണുന്നത് ഹോക്സ്ബില്ല. ഹോക്സ്ബില്ല പേരിൽ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ചുണ്ടാണ്. ചുണ്ട് ഏതാണ്ട് പരുന്തിന്റെ ചുണ്ട് പോലെയുള്ള ഒരു ചുണ്ടാണ്, വളരെ നീണ്ട ഒരു ചുണ്ടാണ്. രണ്ടാമത് വശങ്ങളില് ഗ്രീൻ ടൈറ്റിലിനെ പോലെയാണ് 4 സ്ക്യൂട്ടുകളാണ് ഉണ്ടാകുക. പക്ഷെ തലയുടെ മുകളിൽ 2 പേര് പ്രീഫ്രോണ്ടൽ സ്ക്യൂട്ടുകൾ ഉണ്ടാകും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. പിന്നെ വേറൊരു പ്രത്യേകത ഇതിന്റെ ഷെല്ല്. പക്ഷെ ഷെല്ല് വെച്ചിട്ട് എപ്പോഴും അറിയാൻ പറ്റില്ല. ചെറുപ്പത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കാരപ്പൈസിന്റെ വശങ്ങളുണ്ടല്ലോ, അറക്കവാള് പോലെ ഒരു പിന്നെ ഡെന്റേഷൻ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും പെട്ടെന്ന്. ഇതിന്റെ ഷെല്ല് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ തന്നെ കാണാം. ഏറ്റവും അധികം ഭംഗിയുള്ള ഷെല്ലും ഏറ്റവും അധികം പാറ്റേൺ ഉള്ള ഷെല്ലും ഹോക്സ്ബില്ലിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ഷെല്ലിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ഹോക്സ്ബില്ലാണ്. പ്രത്യേകിച്ചും പിന്നെ ഈ ക്ലിപ്പുകൾ ഉണ്ടാക്കാനും മറ്റ് ഓർണമെന്റ്സ് ഉണ്ടാക്കാനും ക്യൂരിയോസ് ഉണ്ടാക്കാനുമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഹോക്സ്ബില്ലിന്റെ കാരപ്പൈസാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഈ നമ്മൾ റെഡ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ട് വരുന്ന ഒരു കടലാമ ഹോക്സ്ബില്ലാണ്. ഹോക്സ്ബിൽ ഇപ്പൊ നിങ്ങൾ വിഴിഞ്ഞത്ത് പിന്നെ അക്വരത്തിൽ കിടക്കുന്ന ഒരു ആമ ഹോക്സ്ബില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് കോറല്, സ്പോഞ്ചസ്, ക്രസ്റ്റേഷ്യൻസ്, സെഫലോപോഡ്സ്, സ്ക്വിഡ്സ് പോലുള്ള ജീവികളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആഹാരമായിട്ട് വരുന്നത്. ഹോക്സ്ബില്ല് കേരളത്തിൽ ബ്രീഡ് ചെയ്യുന്ന റിപ്പോർട്ടില്ല. ലക്ഷദ്വീപിലും ആൻഡമാൻസിലുമാണ് ഇത് ബ്രീഡ് ചെയ്യുന്നത്. 70 മുതൽ 180 വരെ മുട്ടകൾ ഇടും. അതിന്റെ പാറ്റേൺ നിങ്ങൾക്കറിയാം. ട്രാക്ക് മാർക്ക് എൻ്റയർലി ഡിഫറെന്റ് ആണ്. കംപ്ലീറ്റ്ലി വേവി ട്രാക്ക് മാർക്കാണ് ഇതിനുള്ളത്. ഇതാണ് ഈ ഹോക്സ്ബില്ലിന്റെ പ്രത്യേകത. നിങ്ങൾക്കറിയാം, അതിന്റെ ഹുക്ക് പോലെയുള്ള പരുന്തിന്റെ ചുണ്ട് പോലെയുള്ള ചുണ്ടാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇതിന്റെ കാരപ്പൈസിന്റെ ബോർഡർ നിങ്ങൾ നോക്കിയാൽ അറിയാം, കുറച്ച് ഡെന്റേഷൻസ് ഉണ്ടാവും. പക്ഷെ അത് നല്ല പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ പാറ്റേൺ മാറും. ഈ സ്ക്യൂട്ടിന്റെ പാറ്റേൺ മാറും. അത് പിന്നെ ഏതാണ്ട് ഗ്രീൻ ടൈറ്റിലിനെ പോലെ തന്നെ ഉണ്ടാവും ഇതിന്റെ സ്ക്യൂട്ട്സ്. നാലാമത്തെ ആമ ലെതർ ബാക്ക് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിന് ഒരു കാരപ്പൈസ് ഉള്ള ഒരു കവറിങ്, കട്ടിയുള്ള കവറിങ് ഉണ്ടാവില്ല. പക്ഷേ ശരീരത്തിന്റെ പുറത്ത് ലെതർ പോലെയുള്ള ഒരു ആവരണമാണ് ഉണ്ടാകുക. അതിന്റെ പുറത്തൊരു 5 തടിപ്പുകൾ ഉണ്ടാവും. ഇതിനെ കാരപ്പൈസ് റിഡ്ജസ് എന്നാണ് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ യാതൊരു പ്രയാസവും ഇല്ലാത്ത ജീവിയാണ്. ലോകത്തെ ഏറ്റവും ഭാരമുള്ള ആമയും കൂടിയാണ്. 450 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. അപ്പോൾ ഇതിന്റെ കാരപ്പൈസിന്റെ പ്രത്യേകത ലെതറി കാരപ്പൈസിൽ കാണുന്ന തടിപ്പുകൾ, 5 തടിപ്പുകൾ, ഇത് വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഇതിന്റെ ഒരു പ്ലാസ്റ്റർ അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം നമ്മുടെ തീരത്ത് ഇപ്പോഴും അതിന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള. ലെതർ ബാക്ക് നമുക്കറിയാം, നോക്കൂ, അതിന്റെ ട്രാക്ക് മാർക്ക് തന്നെ നോക്കിയാൽ ഏതാണ്ട് 2 മീറ്ററോളം വീതി ഉണ്ടാകും. അത് മാത്രമല്ല അത് എല്ലാം വളരെ പിന്നെ പാരലായിട്ടാണ് ഓരോ ട്രാക്ക് മാർക്കും വരിക. മറ്റേ സിഗ്സാക്ക് ആണെങ്കിൽ ഇതിന് പാരലായിട്ടാണ് ഈ ഓരോ മാർക്കും വരിക. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രീഡ് ചെയ്യാൻ വരുന്നത് ആൻഡമാൻ തീരപ്രദേശങ്ങളിലാണ്. പ്രത്യേകിച്ചും ഗാലത്തിയ ബേയുമായിട്ട് ബന്ധപ്പെടുത്തിയ തീരങ്ങളിലാണ് ഏറ്റവും അധികം ബ്രീഡ് ചെയ്യാൻ വരിക എന്നുള്ളത്. ഇനി ഇതിനകത്ത് തിരിച്ചറിയാനായിട്ട് വളരെ പ്രയാസമൊന്നുമില്ല. ആകെ 7 ആമകളേ ഉള്ളൂ. FAO തന്നെ ഒരു ഗൈഡ് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ഇതിന്റെ ഈ ഗൈഡ് കിട്ടും. വളരെ എളുപ്പത്തിൽ കടലാമകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി ഇതിന്റെ ബ്രീഡിങ്ങിലേക്ക് വരാം. നിങ്ങൾക്കറിയാം, ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പുറംകടലിലാണ്. അതുകൊണ്ട് തന്നെ പുറംകടലിൽ കഴിഞ്ഞിട്ട് ആണാമകൾ കരയിലേക്ക് വരില്ല, പെണ്ണാമകൾ മാത്രം. അത് മാത്രമല്ല, ഇത് പിന്നെ പോളിഗമിയാണ്. അതായത് പല പെണ്ണാമകളും പല ആണാമകളുമായിട്ട് ബന്ധപ്പെടാം. അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പെണ്ണാമകൾ മാത്രം മുട്ടയിടാനായിട്ട് കരയിലേക്ക് കയറി വരുന്ന സമയം രാത്രി മാത്രമാണ്. ഓക്കെ. പിന്നെ രണ്ടാമത് വേണ്ടത്, ഇതിനെ എഴിഞ്ഞു മാത്രമേ കരയിലേക്ക് വരാൻ പറ്റൂ. അപ്പോൾ ഒരു ജെന്റിൽ സ്ലോപ്പുള്ള മണൽ തീരത്ത് മാത്രമേ മുട്ടയിടാനായിട്ട് സാധിക്കുകയുള്ളൂ. മുട്ടയിടാനായിട്ട് വന്നു കഴിഞ്ഞാൽ തീരപ്രദേശങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രാത്രി സമയത്ത് ഹൈറ്റൈഡ് മാർക്ക്, അതായത് അത് എപ്പോഴും ഫീൽ ചെയ്യുന്നത് നല്ല സെൻസറി ഓർഗൻസ് ഉള്ളതുകൊണ്ട് തന്നെ നനവുള്ള മണ്ണ് കഴിഞ്ഞ് ഒരു പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അങ്ങനെയാണ് ആമകൾ ഹൈറ്റൈഡ് മാർക്ക് തീരുമാനിക്കുന്നത്. ഈ നനവുള്ള മണ്ണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മണ്ണിലേക്ക്, അല്പം ഉണങ്ങിയ മണ്ണിലേക്ക് വന്നിട്ട് ഹൈറ്റൈഡ് മാർക്കിന്റെ മുകളിലാണ് മുട്ടയിടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടർട്ടിൽ ഹാച്ചറി വെക്കുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വെള്ളം കയറുന്ന മേഖലയ്ക്ക് പുറത്തുള്ളൊരു സ്ഥലം മാത്രമാണ് ഹാച്ചറി ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. 2 രീതിയിലാണ് ഈ മുട്ടയിടൽ കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ ഹൈൻലിംബുണ്ട്, കാലുകളുണ്ട്. ഈ കാലുകൾ കൊണ്ട് ഒരു കുഴി ഉണ്ടാകും. ആദ്യം ചെയ്യുന്നത് അതിന്റെ ശരീരം ഉള്ളിലേക്ക് വെക്കാനുള്ള ഒരു ബോഡി പിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഫ്ലിപ്പർ കൊണ്ടിട്ട് അതിന്റെ ശരീരം അകത്തേക്ക് വെക്കാനുള്ള ഒരു കുഴി ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ ബോഡി പിറ്റ് എന്ന് പറയുക. രണ്ടാമത് ആ ബോഡി പിറ്റിലേക്ക് ശരീരം വെച്ച് കഴിഞ്ഞാലാണ് പിൻകാല് കൊണ്ട്
കുഴി ഉണ്ടാക്കുക. കുഴി ഉണ്ടാക്കുന്ന ഒരു സിലിണ്ടർ പോലുള്ള കുഴിയാണ്. അപ്പൊ അത് ആമയുടെ കാലിന്റെ നീളം അനുസരിച്ചിട്ടാണ് ആ കുഴിയുടെ നീളവും വരിക. അത്രേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് അതിനപ്പുറത്തേക്ക് പോവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നേരത്തെ പിന്നെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് നിങ്ങളുടെ കൈയുടെ നീളം ഉള്ള ഒരു കുഴിയായിരിക്കാം. ആ കൈയുടെ നീളം കറക്റ്റാണ്. കൈയുടെ നീളമാണ് ഒരു ആമയുടെ കാലിന്റെ നീളം. അപ്പൊ കാലിന്റെ നീളത്തിലാണ് ആ കുഴി വരിക. ഇതിനെയാണ് നമ്മൾ എഗ് ചേമ്പർ എന്നോ ബ്രൂട്ട് ചേമ്പർ എന്നോ പറയുക. ഈ എഗ് ചേമ്പറിനകത്തേക്കാണ് മുട്ടയിടുന്നത് എന്നുള്ളതാണ്. ഇനി ഒറ്റ സ്ട്രെച്ചിൽ എല്ലാ മുട്ടയും ഇടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെന്ന് നിർബന്ധമില്ല. അത് ആമകളുടെ ഒരു മാനസികാവസ്ഥ അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുക. അതേസമയം 100 മുട്ടയും ഒരുമിച്ച് തന്നെ ഒരു കുഴിയിൽ തന്നെ ഇടണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ കുറച്ച് മുട്ടകൾ ഇട്ടിട്ട്, പക്ഷെ അനുയോജ്യമായ സ്ഥലമാണെങ്കിൽ എല്ലാ മുട്ടയും ഒരു കുഴിയിൽ ഇടുകയും ചെയ്യാം എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ഒരു സ്ഥലത്ത് മുട്ടയിട്ടതിന് ശേഷം അടുത്ത കുറച്ച് സമയത്തിന് ശേഷം കുറച്ച് മാറിയിട്ട്, ഇപ്പൊ വലിയൊരു കേസിൽ 10 കിലോമീറ്റർ വരെ മാറിയിട്ട് മുട്ടയിട്ടുണ്ട് ഒരു ക്ലച്ചിൽ. അപ്പൊ അത് ദാറ്റ് ഡിപ്പെൻസ്. ആ തീരം അനുയോജ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ മുട്ടയും ഒരുപക്ഷെ ഒരു സ്ഥലത്തിന് ഇടാം. അത് അനിമലിന്റെ സ്ട്രെസ് അനുസരിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് വരാം. അപ്പൊ ഒരു ക്ലച്ചിലുള്ള എല്ലാ മുട്ടകളും ഒരേ സ്ഥലത്ത് തന്നെ ഒരേ കുഴിയിൽ തന്നെ ഇടണമെന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പല സമയത്ത് അത് കുഴികൾ ഉണ്ടാക്കി മുട്ടയിടുകയും ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ആ എഗ് ചേമ്പറിലേക്കാണ് ഈ മുട്ടകൾ ഇടുക എന്നുള്ളതാണ്. ആമകൾ ചെയ്തത് മുട്ട ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഈ എഗ് ചേമ്പർ പിന്നെ മണ്ണിട്ട് നിറയ്ക്കും. ബോഡി ചേമ്പറും തിരിച്ചിറങ്ങിയിട്ട് ബോഡി ചേമ്പറും ഈ ഫ്ലിപ്പർ വെച്ചിട്ട് ആ ബോഡിയിൽ ആ മാർക്ക് അറിയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ട് അറയ്ക്കും. ചില ആമകള് ഈ കടൽ തീരത്തുള്ള ഐപ്പോമിയ പോലുള്ള ചെടികൾ വെച്ചിട്ട് അതിന്റെ പുറത്തേക്ക് എടുത്ത് വെക്കും അറിയാതിരിക്കാൻ എന്നുള്ള റെക്കോർഡുകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ദാറ്റ് ഡിപ്പെൻസ്, അവിടെയുള്ള വെജിറ്റേഷൻ അനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി തിരിച്ചിറങ്ങി പോകുമ്പോൾ വഴി വേണം എന്നുള്ളതാണ്. ആമ അതിന്റെ ശരീരത്തിന്റെ മാർക്കെല്ലാം അടച്ചിട്ട് പോകുമെങ്കിലും തിരിച്ചിറങ്ങി പോകുമ്പോൾ ആ ട്രാക്ക് മാർക്ക് കാണും. ഇങ്ങനെയാണ് പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് മുട്ടയിടുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നതും ആ മുട്ട എടുക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഈ ട്രാക്ക് മാർക്കാണ് എന്നുള്ളതാണ്. കാരണം മിക്കവാറും രാത്രിയാണ് ഈ പ്രോസസ് എല്ലാം. രാവിലെ 2 മണി 3 മണിയാകുമ്പോഴേക്കും കഴിയും. തിരിച്ച് കൃത്യമായിട്ട് മത്സ്യത്തൊഴിലാളികൾ പിന്നെ മീൻ പിടിക്കാൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ആദ്യം കാണുന്നത്, കാരണം ഈ പലപ്പോഴും തിര വന്നത് മാച്ച് കളയും. പക്ഷെ മാച്ചാലും ഹൈറ്റൈഡിലേക്ക് അത് കയറുന്നത്. ഹൈറ്റൈഡ് ലൈനിന് പുറത്തേക്ക് കയറുമ്പോൾ ആ മാർക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ മുട്ടകൾ ഏറ്റവും ലൊക്കേറ്റ് ചെയ്യാൻ, മുട്ടയിടുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. ഇനി ഹാച്ചിൽ ഉണ്ടാക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമാണ്. രാവിലെ സർവേ നടത്തി കഴിഞ്ഞാൽ, രാവിലെ ഒരു 4 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് സർവേ നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആമകൾ എവിടെ വന്ന് മുട്ടയിട്ടുമെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ചാവക്കാട് ഉൾപ്പെടെ, ചാവക്കാടും പിന്നെ കാസർഗോഡും നീലേശ്വരത്തും ഒക്കെ അവർ ചെയ്യുന്ന അങ്ങനെയാണ്. ഈ ചെറുപ്പക്കാർ കുട്ടികൾ രാവിലെ ടേൺ വെച്ചിട്ട് നടക്കുക, തീരപ്രദേശത്ത് നടന്നിട്ട് ആമകൾ മുട്ടയിടാൻ വരുന്ന സ്ഥലങ്ങൾ ഇതുപോലെ ലൊക്കേറ്റ് ചെയ്തിട്ട് ആ മാർക്കും അറിയാൻ പറ്റും അവർക്ക്. മാർക്ക് അവിടെ കുഴിച്ചിട്ട് ആ ആമകൾ മുട്ട ശേഖരിക്കുക, അത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഹാച്ചറിയിൽ വെക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ മുട്ടയിടുന്ന ഒരു രീതി എങ്ങനെയാണ്. ഇത് അരിബാധയുടെ ഒരു ചിത്രമാണ്. അരിബാധ ഒരു ഏരിയൽ ഷോട്ടാണ്. ട്രാക്ക് മാർക്ക് എങ്ങനെ ഉണ്ടാവുന്നുള്ളത് നിങ്ങൾക്ക് ഇത് കണ്ടറിയാം. എങ്ങനെയാണ് അത് എഴുതുകയും ട്രാക്ക് മാർക്ക് ഉണ്ടാകുകയും ചെയ്യുന്നത്. അത് ഓരോ സ്പീഷീസിലും വ്യത്യാസമായിരിക്കും. 25 മുതൽ ഉള്ള വർഷങ്ങളാണ് പറയുക. 15 മുതൽ 25, 35 വർഷം. ഈ ലെതർ ബാക്കിനൊക്കെ ആണെങ്കിൽ ഏതാണ്ട് 25 വർഷം എടുക്കുമെന്നുള്ളതാണ്. അപ്പൊ ഈ എഴിഞ്ഞ് കയറുമ്പോൾ ഉണ്ടാകുന്ന മാർക്കാണ് പലപ്പോഴും ഇത് കാണുന്നത്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ എളുപ്പമുള്ള കാര്യമല്ല. ശരീരം ഒന്ന് കടലിൽ ജീവിക്കുന്ന ജീവിയാണ്. ഇപ്പൊ കരയിലേക്ക് കയറി വരണമെങ്കിൽ അതിന്റെ ഭാരത്തിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയും ആ പ്രോസസ്സ് അത്രയും കഠിനമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പിന്നെ നാച്ചുറൽ പ്രൊഡേറ്റേഴ്സും ഉണ്ട് കേട്ടോ. ഇത് മുട്ടയിട്ട് കഴിഞ്ഞാൽ മറ്റ് ജീവികൾ ഇതിന്റെ മുട്ട എടുക്കാറുണ്ട്. മനുഷ്യൻ മാത്രമല്ല, മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വന്നാലും ഒരുപാട് പ്രൊഡേറ്റേഴ്സ് ഉണ്ട് ഇതിന്റെ കരയിൽ എന്നുള്ളതാണ്. അത് ബോഡി പിറ്റ് ഉണ്ടാക്കുന്നതാണ്. ആദ്യമായിട്ട് ഈ ഫ്ലിപ്പറൊക്കെ വെച്ചിട്ട് മണൽ മാറ്റിയിട്ട് ആദ്യം ഒരു ബോഡി പിറ്റ് ഉണ്ടാക്കും. അതിനകത്ത് ശരീരം വെച്ചതിന് ശേഷമാണ് പിൻകാല് കൊണ്ട് ഈ എഗ് ചേമ്പർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അല്ലേ. മണൽ മാറ്റിയിട്ട് ഇതല്ലേ, ഇത് ബോഡി അതിനകത്തേക്ക് ഇറക്കി വെക്കും. ഇറക്കി വെച്ചിട്ടാണ് ഇതാണല്ലേ കൃത്യമായിട്ട് പുറംകാല് കൊണ്ടാണ് ഇത് അതിങ്ങനെ നമ്മൾ ഈ സ്കൂപ്പ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യും. സ്കൂപ്പ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യും. അങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ്, ഓരോ മുട്ടകളായിട്ടാണ് ഈ മണ്ണിലേക്ക് ഇടുന്നത്. ഇതല്ലേ, മുട്ട ഇട്ട് കഴിഞ്ഞാല് പിൻകാലം കൊണ്ട് ആദ്യം ആ എഗ് ചേമ്പർ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ് ചെയ്യും. പിന്നീട് ശരീരത്തിന്റെ പുറത്തുകൂടെ തന്നെയാണ് ഈ ഫ്ലിപ്പർ വെച്ചിട്ട് മണലെല്ലാം വെച്ചിട്ട് ആ ബോഡി ബിറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്നിട്ട് അടിക്കുകയും ചെയ്യും, അടിച്ചുറപ്പിക്കുകയും ചെയ്യും. മണൽ ഇളകി പോകാതിരിക്കാനായിട്ട് ഫ്ലിപ്പർ വെച്ചിട്ട് ആ എഗ് ചേമ്പറിന്റെ മുകളിൽ അടിച്ചുറപ്പിക്കുകയും ചെയ്യും. എന്നിട്ടാണിത് തിരിച്ചു പോകുന്നത്. അത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഈ ജീവജാലങ്ങൾക്ക് ഉള്ളത് എന്നുള്ളതാണ്. ഇനി മുട്ട വിരിയാനുള്ള സമയം വീണ്ടും ഓരോ സ്പീഷീസിനും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, തിരുവനന്തപുരം തീരത്ത് നമ്മുടെ സാധാരണഗതിയിൽ പറയുന്ന വലിയ ഉരുളിക്ക് 50
50 മുതൽ 55 ദിവസം വരെയാണ് കണക്ക് പറയുന്നതെങ്കിലും ചിലപ്പോൾ അതിന് മുമ്പും വിരിയാം. ആ ചൂടനുസരിച്ചിരിക്കും. പിന്നെ മുട്ട വിരിയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ട വിരിയുന്ന സമയത്ത് ചൂടാണ് ഇതിന്റെ മെയിലാണോ ഫീമെയിലാണോ എന്ന് തീരുമാനിക്കപ്പെടുക. അത് വിരിയുന്ന സമയത്ത് ചൂട് കൂടുതലാണെങ്കിൽ കൂടുതൽ ഫീമെയിൽ ഉണ്ടാകാം. വലിയ വീടുകളുടെ കേസിലാണെങ്കിൽ അവർ പറയുന്നത് 27 മുതൽ 28 ഡിഗ്രി സെന്റിഗ്രേഡ് ഒക്കെ ആണെങ്കിൽ ഒരു ഈക്വൽ പ്രൊപ്പോർഷൻ കിട്ടും എന്നുള്ളതാണ്. മെയിലിന്റെയും ഫീമെയിലിന്റെയും ഈക്വൽ പ്രൊപ്പോർഷൻ കിട്ടും എന്നുള്ള കണക്കാണ് പറയുന്നത്. ഇപ്പൊ തന്നെ ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കാലാവസ്ഥാ മാറ്റം പഠിക്കുന്ന ശാസ്ത്രജ്ഞരെല്ലാം ഈ സാധാരണക്കാര് ലോക്കൽ കൺസർവേറ്റേഴ്സിന്റെ ഹെൽപ്പോടുകൂടി ഇതെല്ലാം ചെയ്യുന്നത്. കാരണം ഡാറ്റ ലോഗേഴ്സ് ഉണ്ട്. ഡാറ്റ ലോഗേഴ്സ് വെച്ചിട്ട് മെയിലാണോ ഫീമെയിലാണോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇനി വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കഴിയുക ഇതിനകത്ത് അല്പം സയൻസും കൂടെ കൊണ്ടുവരാം. വിരിയുന്ന ഓരോ സമയത്തും വിരിയുന്ന മുട്ടകളുടെ പിന്നെ കണക്കെടുക്കാം. അത് എത്ര എണ്ണം വിരിഞ്ഞു എന്ന് നോക്കാം. ആ വിരിയുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ കൂടുതൽ ഉണ്ടാകുക എന്ന് നോക്കാം. അങ്ങനെയുള്ള പഠനങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സിറ്റിസൺ സയൻസിന്റെ ഒരു പഠനത്തിന് ഒരുപാട് പ്രസക്തി ഉള്ളതാണ് ഈ ഗവേഷണ സ്ഥാപനങ്ങളെക്കാളും എന്നുള്ളതാണ്. മുട്ട വിരിയുന്ന സമയത്ത് തിരിച്ച് കടലിലേക്ക് ഇറങ്ങുന്നത് എപ്പോഴും രാത്രിയാണ്. മുട്ട വിരിയുന്നത് കരയിലേക്ക് ഇറങ്ങുന്നത് തീർച്ചയായിട്ടും അതിന്റെ ഒരു ക്ലൂ എന്ന് പറയുന്നത് വെളിച്ചമാണ്. വെളിച്ചം എവിടെ നിന്ന് നിങ്ങൾക്കറിയാം, രാത്രി സമയത്ത് കരയിൽ ലൈറ്റ് ഒന്നും ഇല്ല എങ്കിൽ എപ്പോഴും മൂൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് കടലിൽ നിന്നാണ്. അപ്പൊ പ്രകാശം എപ്പോഴും കടലിന്റെ സൈഡിലായിരിക്കും. അപ്പൊ എവിടെയാണോ വെളിച്ചം കാണുന്നത് അങ്ങോട്ടേക്കാണ് ഈ ആമക്കുഞ്ഞുങ്ങൾ മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് പല സ്ഥലങ്ങളിൽ ഒറീസയിലൊക്കെ വലിയ പ്രശ്നമാണ്. കാരണം തീരപ്രദേശങ്ങളിൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നിറയെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ വരാം. പലതും തിരിച്ച് കരയിലേക്ക് വരുന്ന രീതിയുണ്ട്. ഈ വെളിച്ചം കൂടുതൽ കരയിൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് വരും. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് ഈ ഹാച്ചറി ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഡീഹൈഡ്രേഷനാണ്. ഒരു മണിക്കൂറിൽ കൂടുതൽ ഈ മണലിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ശരീരത്തിലുള്ള വെള്ളമെല്ലാം നഷ്ടപ്പെടും, ചത്തുപോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ എപ്പോഴും വെറ്റാക്കി വെക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. വെറ്റാക്കി വെക്കുക, കഴിയുന്നതും വെള്ളത്തിനകത്ത് തന്നെ ഇടുക. രാവിലെ നല്ല ചൂട് വരുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് കടലിലേക്ക് വിടുക. ആ ഡീഹൈഡ്രേഷന്റെ വലിയ പ്രശ്നമാണ്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ സാധാരണഗതിയിൽ രാത്രിയാണ് തിരിച്ച് കടലിലേക്ക് ഇറങ്ങി പോവുക എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ബാക്കി ജീവചരിത്രം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പറയുന്നില്ല. എന്നാലും ഈ വിരിഞ്ഞ് കടലിലേക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല. പ്രത്യേകിച്ചും ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ഇതെന്താണ് കഴിക്കുന്നത്, എങ്ങോട്ടാ പോകുന്നത്, എങ്ങനെയാണ് ഈ 100 കണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഫീഡിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുക. അങ്ങനെ ഒരുപാട് പ്രിഡേറ്റേഴ്സ് ഉണ്ട്. ബൊലീവുഡിന്റെ കേസിൽ ആമാളുടെ കേസിൽ പ്രത്യേകിച്ചും പറയുന്നത് 1 in 1000 വിൽ സർവൈവ് എന്നുള്ളതാണ്. 100 എണ്ണം പോയി കഴിഞ്ഞാൽ 1 എണ്ണം മാത്രമേ സർവൈവ് ചെയ്യൂ. കാരണം ഒരുപാട് പ്രിഡേറ്റേഴ്സ് ഉണ്ട്. കാരണം കുഞ്ഞുങ്ങൾ കടലിലേക്ക് പോയി കഴിഞ്ഞാൽ 1000-1 മാത്രമേ സർവൈവ് ചെയ്യൂ. അതുകൊണ്ട് നമ്മളിവിടെ 100 കടലാമകൾ വിട്ടുന്നതിന്റെ കാര്യമില്ല. 1000 കടലാമ കുഞ്ഞുങ്ങൾ കടലിലേക്ക് പോയി കഴിഞ്ഞാലും 1 എണ്ണം മാത്രമാണ് പൂർണ്ണ വളർച്ചയെത്തി തിരിച്ച് കരയിലേക്ക് വരിക. ആ കാര്യം കൂടി നമ്മൾ ഓർക്കണം. കാരണം നിങ്ങൾ സംരക്ഷിക്കുന്നത് കരയിൽ നിന്ന് അകത്തേക്ക് വിടുന്നു മാത്രമേ ഉള്ളൂ. കടലിൽ ഇഷ്ടംപോലെ പ്രിഡേറ്റേഴ്സ് ഉണ്ട്. വലിയ മത്സ്യങ്ങളൊക്കെ ഇതിനെ പിടിച്ചു തിന്നും. പിന്നെ എല്ലാ ഷാർക്കും പിടിക്കും. എല്ലാ ഷാർക്കും കടലാമ കുഞ്ഞുങ്ങളെ പിടിക്കും. അപ്പൊ അത് ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട് തിരിച്ചു വരിക. അതുകൊണ്ടാണ് ഈ 1 in 1000 പറയുന്നത്. 1000-1 എന്ന് പറയുന്നതിന്റെ കണക്ക് എങ്ങനെയാ വരുന്നത്? 1 മാത്രമേ തിരിച്ചും പൂർണ്ണ വളർച്ചയെത്തി തിരിച്ച് കരയിലേക്ക് വരൂ എന്നുള്ളതാണ്. തിരിച്ച് അതേ കരയിലേക്ക് തന്നെ വരും എന്നുള്ളതാണ് പുതിയ കണക്കുകൾ പറയുന്നത്. അതിന്റെ ഫീഡിംഗ് ഗ്രൗണ്ട് അതിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ആ തീരത്തേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. ഇനി ഞാൻ കുറച്ച് 5 മിനിറ്റ് പറയുന്നത് ഹാച്ചറിയെ പറ്റിയിട്ടാണ്. ഇപ്പൊ ഈ എന്തുകൊണ്ടാണ് തീരപ്രദേശങ്ങളിൽ ഈ കടലാമ കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്? കടലാമ ഇഷ്ടം പോലെ എല്ലാ പ്രദേശങ്ങളിലും മുട്ടയിടും, ആരും അറിയാറില്ല എങ്കിൽ തിരിച്ച് കുഞ്ഞുങ്ങൾ തിരിച്ച് കടലിലേക്ക് പോകുകയുള്ളൂ. ഇപ്പോഴുള്ള പ്രശ്നം അതല്ല. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ വലിയ പ്രശ്നമാണ്. മുട്ട കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ മുട്ടയെടുക്കും. മുട്ട എടുക്കുന്ന രീതി പണ്ടുതൊട്ടേ ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, മീറ്റിന്റെ കൺസംഷൻ തന്നെ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരുപാട് റെക്കോർഡുകളുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം തീരത്തും കൊല്ലം തീരത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ മുട്ട എടുക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഹാച്ചറിക്ക് ഒരു പ്രാധാന്യം വരുന്നത്. ഏറ്റവും നല്ലത് എവിടെയാണോ മുട്ട ഇടുന്ന സ്ഥലം അവിടെ തന്നെ അതിനെ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പ്രായോഗികമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹാച്ചറിക്ക് ഒരു പ്രാധാന്യം വരുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ പഠനം കാണിക്കുന്നത് ഹാച്ചറി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതിന്റെ പെർസെന്റേജ് ഓഫ് ഹാച്ചിങ് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. അതും പ്രത്യേകിച്ച് സയന്റിഫിക് ആയിട്ട് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു മോശമായിട്ടുള്ള സംരക്ഷണ രീതിയല്ല. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് എവിടെയാണോ മുട്ടയിടുന്നത് അവിടെ തന്നെ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ഐഡിയലാണ്. പക്ഷെ പലപ്പോഴും പ്രായോഗികമല്ല എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ശംഖുമുഖത്ത് ആദ്യം പറ്റിയ പ്രശ്നം എന്ന് പറയുന്നത് വെച്ച സ്ഥലം. ഞാൻ അന്ന് ഇതിനോട് അത് പറഞ്ഞായിരുന്നു. വെച്ച സ്ഥലം എന്ന് പറയുന്നത് ബീച്ചിലാണ്, തിര അടിച്ചു കയറുന്ന സ്ഥലമാണ്. ഇതിന്റെ പ്രശ്നം ആദ്യത്തെ ആഴ്ചകൾക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള 2 ആഴ്ചകളാണ്. ആ സമയത്ത് ഫ്ലഡിങ് വന്നു കഴിഞ്ഞാൽ ചീഞ്ഞു പോകും, മുട്ട ചീഞ്ഞു പോകും. അതുകൊണ്ടാണല്ലോ ആമകള് എപ്പോഴും ഹൈറ്റൈഡ് വാർക്കിന്റെ പുറത്തേക്ക് മുട്ടയിടുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴയുണ്ടായിരുന്നു. മഴയെക്കാളും കൂടുതലുള്ള പ്രശ്നം ഈ സോൾട്ട് വാട്ടർ കയറുന്ന. അപ്പൊ ആദ്യത്തെ 2 ആഴ്ച ഏറ്റവും ഒരു സെൻസിറ്റീവാണ്. അപ്പൊ ആ ഒരു പീരീഡില് കടൽവെള്ളം കയറാത്ത സ്ഥലം ആയിട്ട് തന്നെ 오리지널 리스트 തന്നെ വളരെ
അല്ലല്ല അതന്നെ അതെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പൊ അവിടെ മുഴുവൻ വെള്ളം വെച്ചിരിക്കുകയാണ്. ഈ ശംഖുമുഖം തീരത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ ആമകൾ സ്വാഭാവികമായിട്ടും ഹൈറ്റ് ആയിട്ട് അതിന്റെ പുറത്തേ കയറുള്ളൂ. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ മുഴുവൻ വെള്ളം വെച്ചിരിക്കുന്നത്, വെള്ളം കൊണ്ടുവെക്കുന്ന സ്ഥലമാണ്. അത് ഇപ്പോഴുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം അല്ലത്. കാരണം നിങ്ങൾക്കറിയാം, ഒരു 20 വർഷം മുമ്പ് തീരപ്രദേശം എന്ന് പറയുന്നത് കുറച്ച് മാറിയിട്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഹൈറ്റൈഡ് മാർക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ കാലം വളരെ പിന്നിലായിരുന്നു. ഇപ്പൊ ആമകൾ വരുമ്പോൾ ഹൈറ്റൈഡ് മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അവിടെ മുഴുവൻ വെള്ളമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് എത്താൻ പറ്റുന്ന പരമാവധി ഹൈറ്റ് വന്നിട്ട് മുട്ട ഇട്ടിട്ട് പോകും. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് ശംഖുമുഖത്ത് സംഭവിച്ചെന്നുള്ളത്. അപ്പൊ നമുക്ക് ആ മുട്ട എടുത്ത് കുറച്ചും കൂടി ഉള്ളിലേക്ക്, അവിടെ ആ സ്ഥലമില്ല, നിങ്ങൾക്കറിയാമല്ലോ. ആ ശംഖുമുഖം തീരങ്ങളിൽ അങ്ങനെ സ്ഥലമില്ല. കാരണം എല്ലാ സ്ഥലവും രാത്രി വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ കുറച്ചും കൂടെ മാറ്റിയിട്ട് കുറച്ചും കൂടെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറാത്ത ഒരു മേഖലയിലേക്ക് ഇപ്പൊ വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ സക്സസ് ആയത്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ്. ഇത് ഒരു വലിയ ചെലവില്ലാതെ എങ്ങനെ ഒരു ഹാച്ചറി ഉണ്ടാക്കാം എന്നുള്ളതാണ്. പലപ്പോഴും വനംവകുപ്പ് ശ്രദ്ധിക്കുന്നത് കോൺക്രീറ്റ് കൊണ്ട് വാൾസ് ഒക്കെ ഉണ്ടാക്കി ഗ്രാനൈറ്റ് അടിത്തറയൊക്കെ കെട്ടി ഹാച്ചറി, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ലോകത്തെ ഏറ്റവും നല്ല ഹാച്ചറി മോഡൽസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെയാണ്. ഏറ്റവും ഹൈറ്റൈഡ് ലൈനിന്റെ പുറത്ത് വെള്ളം കയറാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, അതിന് ചുറ്റൂര് വേലി കിട്ടുക. അത് ഒരിക്കലും മെറ്റൽ ഉപയോഗിക്കരുത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മുട്ട എടുക്കാനായിട്ട് മെറ്റൽ ബക്കറ്റ് ഉപയോഗിക്കരുത്, മെറ്റൽ കൊണ്ട് തുടരരുത്. കാരണം ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വലിയ പ്രശ്നമാണ്. അതായത് ഈ കുഞ്ഞുങ്ങൾ തിരിഞ്ഞ് വന്നിട്ട് അത് തിരിച്ചതേ തീരത്ത് വരണമെന്ന് തീരുമാനിക്കുന്നത് ആ സ്ഥലത്തെ ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടിയാണ്. നിങ്ങൾ മുട്ട ശേഖരിക്കാനായിട്ട് മെറ്റൽ ബക്കറ്റ് ഉപയോഗിച്ചാൽ ഇതിനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മെറ്റൽ ബക്കറ്റ് ഒരിക്കലും ഇതിന് പ്ലാസ്റ്റിക്കിനെ ഉപയോഗിക്കാം. ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് സാധാരണ കുട്ടയുണ്ടെങ്കിൽ അതാണ് നല്ലത്. പക്ഷെ അത് സേഫ് അല്ല. കാരണം ഇതിന്റെ പ്രശ്നം, മുട്ട ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുട്ട തിരിക്കാൻ പാടില്ല, റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം റൊട്ടേറ്റ് ചെയ്താൽ അതിനകത്തുള്ള എംബ്രിയോ വിട്ടുപോകും, ആ മുട്ട വിരിയത്തില്ല. അപ്പൊ ഒരു കുഴിക്കകത്ത് മുട്ട കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ തന്നെ എടുത്ത് ലിഫ്റ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ നിങ്ങൾ ബക്കറ്റിൽ മണലിലേക്ക് വെക്കുക എന്നുള്ളതാണ്. അത് എല്ലാ മുട്ടയിലും ചെയ്ത് കഴിഞ്ഞാൽ 100% ഹാച്ചിങ് ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. മെറ്റൽ കൊണ്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. കഴിയുന്നതും കയ്യിൽ ഗ്ലൗസ് ഇടുക. കൈ കൊണ്ടിൽ, കാരണം എപ്പോഴും ഇത് വളരെ സെൻസിറ്റീവാണ്. പിന്നെ കഴിയുന്നതും നമ്മൾ മുട്ടയില്ലേ നമുക്കിത് വൃത്തിയാക്കി കളയാന്ന് പറഞ്ഞിട്ട് മുട്ട പുറത്തിരിക്കുന്ന സാൻഡ് മുഴുവൻ തുടച്ച് വൃത്തിയാക്കരുത്. എങ്ങനെയാണോ ഇരിക്കുക, കാരണം വളരെ സെൻസിറ്റീവാണ്. ആദ്യത്തെ പ്രത്യേകിച്ചും മുട്ട ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഏതാനും മണിക്കൂറിനകത്ത് മാറ്റണമെന്നാണ്. അല്ലെങ്കിൽ ഹാച്ചിങ് സക്സസ് കുറയും. മുട്ടയിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കഴിയുന്നതും ഈ പ്രോസസ് മുഴുവൻ നടക്കുന്നത് രാവിലെ 3-നും 4-നും ഒക്കെ സമയത്താണ്. അപ്പോൾ ഒരു 4-നോ 6-നോ ഇടയ്ക്കോ 7-നോ ഇടയ്ക്കുള്ള സമയത്ത് തന്നെ മുട്ട കളക്ട് ചെയ്യണം. അതല്ലെങ്കിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സക്സസ് കുറയും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കാൻ നിൽക്കരുത്. അതിനകത്ത് കുറച്ച് മണ്ണിരുന്നോട്ടെ, ആ മണ്ണിരുന്നാൽ അതുപോലെ തന്നെ തിരിച്ചു വെക്കാം. കഴിയുന്നതും തുടച്ച് വൃത്തിയാക്കാനായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ്, നമുക്ക് ഒരുപാട് കൂടുകൾ നെസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്നതല്ല ഇങ്ങനെയാണ്. അതായത് ഓരോ നെസ്റ്റും ഓരോ സ്ഥലത്ത് വെക്കുകയും അതിന് ചുറ്റും തടി കൊണ്ടുള്ള ചില കഷ്ണങ്ങൾ വെച്ചിട്ട് മാർക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് ഏറ്റവും നല്ലത് വുഡൻ പീസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മുളയുടെ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് അത് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ഉണ്ടെങ്കിൽ ഓരോ ദിവസവും കിട്ടിയ ദിവസത്തെ മുട്ടകളുടെ എണ്ണവും കിട്ടിയ ഡേറ്റും അതിനകത്ത് എഴുതി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ കൂട് എപ്പോഴാണ് വിരിയുന്നതെന്ന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. ചില സ്ഥലങ്ങളിലൊക്കെ ഇത്രയധികം കൂടുതൽ ഉണ്ടാവും. അപ്പൊ അത്രയധികം സ്ഥലങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ വെക്കാം. ഒരുപാട് സ്ഥലമൊന്നും ആവശ്യമില്ല. ഇതുപോലെ കൃത്യമായിട്ട് സർക്കിൾക്കായിട്ട് തന്നെ വെക്കാം. ഈ മുട്ട എല്ലാം പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് അത് ചെയ്യാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ആദ്യത്തെ 2 ആഴ്ചയാണ്. മുട്ടയിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ആഴ്ചയാണ്. ഈ 2 ആഴ്ചകളിൽ വെള്ളം കയറിയാലാണ് ഇത് ചീഞ്ഞു പോകുന്നത്. ഈ 2 ആഴ്ച കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫ്ലഡിങ് വന്നാലും യാവ കുഞ്ഞുങ്ങൾക്ക് വലുതായിട്ട് പറ്റില്ല. ഏറ്റവും സെൻസിറ്റീവ് പീരീഡിനകത്താണ് വെള്ളം കയറാതെ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ആദ്യത്തെ തവണ ശംഖുമുഖത്ത് വിരിയാനതിന്റെ പ്രധാനപ്പെട്ട കാരണം അന്ന് കടൽ വെള്ളം കയറുന്നുണ്ടായിരുന്നു, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം ആദ്യത്തെ ആഴ്ചയിലാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ആ മുട്ടകൾ ശൃംഗിയും വിരിയാതാകുകയും ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഹാച്ചറി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചില മുട്ടകൾ പൊട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാകാം. ഡാമേജ് ഉള്ള മുട്ടകൾ ഉപേക്ഷിക്കുകയാണ് നല്ലത്. അതൊരിക്കലും വീണ്ടും ഹാച്ചറിയിലേക്ക് കൊണ്ടുവെക്കരുത്. കാരണം അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയൽ ഫംഗൽ കണ്ടാമിനേഷൻ ഉണ്ടാവും, ഫംഗസ് വരും, അത് മറ്റു മുട്ടകളെയും ബാധിക്കുന്നതാണ്. അപ്പൊ അതിന്റെ അർത്ഥം, നിങ്ങൾ എണ്ണം എടുക്കുമ്പോൾ 100 മുട്ടകളിൽ 3 ചീഞ്ഞു കഴിഞ്ഞാൽ 100+3 എന്നുള്ള കണക്ക് വെക്കുക. ഈ 3 തിരിച്ച് അവിടെ കരയിൽ വിടണ്ട, കാരണം വീണ്ടും കണ്ടാമിനേഷൻ വരും. അത് കടലിലേക്ക് തന്നെ ഇടുക. ഹെൽത്തി ആയിട്ടുള്ള മുട്ടകൾ മാത്രം ഹാച്ചറിയിലേക്ക് മാറ്റി സ്ഥാപിക്കുക. ഇനി വരുന്ന സമയത്ത് ഈ കാര്യം കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരുപാട് സമയം കഴിഞ്ഞാൽ, മുട്ടയിട്ട് 2-3 ദിവസം കഴിഞ്ഞാണ് ഹാച്ചറി നിങ്ങൾ ആമക്കൂട് കണ്ടെത്തിയാൽ
അത് അവിടെ തന്നെ വെക്കുകയാണ് നല്ലത്. പിന്നെ എടുത്ത് മാറ്റാനായിട്ട് നിൽക്കുക. ആദ്യത്തെ മുട്ടയിട്ട ദിവസം തന്നെ മാറ്റിയാൽ നല്ലതാണ്. അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് അത് എവിടെയാണ് മുട്ടയിടുന്നത് അവിടെ തന്നെ അതിനെ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മുട്ടകളെ മാറ്റുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒറ്റ ഒരു കാര്യം നേരത്തെ പറഞ്ഞു, ഒരിക്കലും മുട്ട തിരിക്കരുത്. മുട്ട എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ എടുത്ത് വെക്കുക, റൊട്ടേറ്റ് ചെയ്യരുത്. ഈ റൊട്ടേഷൻ കൊണ്ടുപോകുന്ന സമയത്തും ഈ സാധനം റൊട്ടേറ്റ് ചെയ്യരുത്. ഈ ബക്കറ്റ് കറക്കുകയോ തിരിക്കുകയോ ചെയ്യരുത്. അത് അതുപോലെ തന്നെ കൊണ്ട് ആ സ്ഥലത്തേക്ക് വെച്ചാൽ ഹാച്ചിങ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. വെർട്ടിക്കലി ആണെങ്കിലോ ഹൊറിസോണ്ടലി ആണെങ്കിലോ ഈ മുട്ടകളെ ടിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. സക്സസ് കുറയും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന്, ഒരിക്കലും ആമ നേരത്തെ പറഞ്ഞല്ലോ കരയിൽ അതിന്റെ വിഷൻ വളരെ കുറവാണ്, അടുത്ത വസ്തുക്കളെ മാത്രമേ കാണാൻ പറ്റൂ. അതുകൊണ്ട് ഒരിക്കലും ആമ വിടുന്ന സമയത്തോ തിരിച്ചു വരുന്ന സമയത്തോ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കരുത്. അത് നിങ്ങൾ ഈ പത്രക്കാരോട് ഇവിടെ പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കരുത്. കാരണം അത് പലപ്പോഴും അതിന്റെ മൂവ്മെന്റ് ഭയങ്കരമായിട്ട് ബാധിക്കും, അതിന്റെ റോഡ്സിന്റെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഫ്ലാഷ് ലൈറ്റ്, ടോർച്ച് ലൈറ്റ് ഇതൊന്നും അതിന്റെ കണ്ണിലേക്ക് അടിക്കാതിരിക്കാനായിട്ട്, ആമകളുടെ കണ്ണിലേക്ക് അടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ആമകളെ കഴിയുന്നതും കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് കടലിലേക്ക് വിടണ്ട. ബക്കറ്റിൽ നിന്ന് തന്നെ വെള്ളം ചെറിയ ചെറിയ ബക്കറ്റുകളിലാക്കിയിട്ട് അത് നനവുള്ള ഭാഗത്ത്, തീരത്ത് നനവുള്ള ഭാഗത്ത് വെച്ചാൽ അത് നടന്നു പോയിക്കോളും എന്നുള്ളതാണ്. ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കയ്യിൽ ഹാൻഡ് ചെയ്താൽ ഒരുപാട് സ്ട്രെസ് വരും എന്നുള്ളത് മാത്രമാണ്. പ്രത്യേകിച്ച് വിരിഞ്ഞിറങ്ങി കഴിയുന്ന സമയത്ത് വളരെ സെൻസിറ്റീവാണ്. എപ്പിഡെമിക്സ് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് അധികം കൈകൊണ്ട് ഹാൻഡ് ചെയ്തത് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. ഇപ്പൊ ഇൻകറക്റ്റ് ഹാൻഡിലിംഗ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ഇതിന്റെ മുട്ടകൾ വിരിയുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി മുട്ട വെക്കുന്ന മണലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപാട് ചെളിയുള്ള മണല് പാടില്ല. കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള സോയിൽ തന്നെ അതിനകത്ത് എടുക്കാനായിട്ട് നോക്കണം. പൊറോസിറ്റി ഉണ്ടാവണം, ചെളി ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് പുറത്തു വരാൻ കഴിയില്ല. ഒരുപാട് ചെളിയുള്ള മണ്ണാണെങ്കിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണിൽ കൂടി കഴിഞ്ഞാൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാനുള്ള ഒരു എഫേർട്ട് വളരെ കൂടുതലായിരിക്കും. അപ്പൊ എക്സോസ്റ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട വെല്ലുവിളികളും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രിഡേഷൻ ആണ്. അത് കരയിലെ പ്രിഡേറ്റേഴ്സ് ഉണ്ട്, കടലിലെ പ്രിഡേറ്റേഴ്സ് ഉണ്ട്, ബീച്ചിലെ പ്രിഡേറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം. കടലിലെ ഏറ്റവും വലിയ വെല്ലുവിളി ബൈക്കാച്ചാണ്. അതായത് ഫിഷിംഗ് ഗിയേഴ്സിൽ ചാകുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഒറീസയിൽ ഏതാണ്ട് 20,000 മുതൽ 30,000 വരെ വലിയൊരു റിലീസ് ഈ ബ്രീഡിംഗ് സീസണിൽ ഫിഷിംഗ് നെറ്റിൽ വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ട്രോളിംഗ് നെറ്റിൽ. കാരണം അതുകൊണ്ടാണ് ഇപ്പൊ അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ കയറ്റുമതി നിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ ഈ ട്രോളിംഗ് നെറ്റുകളിൽ ടർട്ടിൽ എക്സ്ക്ലൂഡഡ് ഡിവൈസ് വെക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. വെക്കുന്നില്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് ഒറീസയിൽ സർക്കാർ വിചാരിച്ചിട്ടും ഒരു 5% പോലും ട്രോൾ നെറ്റുകളിൽ ഈ ടർട്ടിൽ എക്സ്ക്ലൂഡഡ് ഡിവൈസ് വെക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് സമ്മർദ്ദമുണ്ട്. കാരണം അത് പലപ്പോഴും ഫിഷ് കാച്ച് നഷ്ടപ്പെടാനായിട്ട് ഇടയാക്കുമെന്നുള്ള ആർഗ്യുമെന്റാണ് ഇപ്പോഴും ഫിഷർമെൻ വെക്കുന്നത്. അത് കുറച്ചും കൂടി കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റോടുകൂടി പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ളതാണ്. അടുത്ത കാലത്ത് ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക് ഡെബ്രിസ് ആണ്. പ്രത്യേകിച്ചും ഗോസ് നെറ്റ്സ് ആണ് ഒരു വലിയ വെല്ലുവിളിയായിട്ട് വരുന്നത്. ഗോസ് നെറ്റ്സ് പിന്നെ ഈ ജീവികളൊക്കെ തന്നെ നിരന്തരമായിട്ട് പ്ലാസ്റ്റിക് ഭക്ഷിക്കാറുണ്ട്. കാരണം പലപ്പോഴും പ്ലാങ്ക്ടൺ ആണെന്ന് വിചാരിച്ചിട്ടോ മറ്റു ഭക്ഷണ വസ്തുക്കളാണെന്ന് വിചാരിച്ചിട്ടോ കഴിക്കാറുണ്ട്. ഇതൊരു വലിയ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമാണ്. പോച്ചിങ് ഈ കേരള തീരത്ത്, ഇന്ത്യൻ തീരത്ത് പോച്ചിങ്, നേരിട്ടുള്ള പോച്ചിങ് വളരെ കുറവാണ്. അല്ലാതെ സംഭവിക്കുന്നുണ്ട്. ഷെല്ലിന് വേണ്ടിയുള്ള ട്രേഡും ഇന്ത്യയിൽ കുറവാണ്, പക്ഷെ മറ്റു പല പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഫിഷിംഗ് റിലേറ്റഡ് മോർട്ടാലിറ്റിയാണ്, പ്രത്യേകിച്ചും ടർട്ടിലിന്റെ കേസിൽ. പിന്നെ പൊല്യൂഷൻ ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നത്. ബോട്ട് സ്ട്രൈക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആലപ്പുഴയിൽ അടിഞ്ഞ ആമകളുടെ എല്ലാം പുറത്ത് മാർക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ചും പ്രൊപ്പല്ലർ അടിച്ച പാടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഇതിന്റെ തീരപ്രദേശങ്ങൾ ഇല്ലാതാകുന്നത് വലിയ ഭീഷണിയാണ്. കേരളത്തിലെ മറ്റൊരു വലിയ ഭീഷണി കടൽ തീരം ഇല്ലാതായിരുന്നു, മണൽ തീരം ഇല്ലാതാകുന്നു. ഇതൊരു വലിയ ഭീഷണിയാണ്. പിന്നെ തീരപ്രദേശങ്ങളിലെ കാഷ്വറേന ഉൾപ്പെടെ, കാറ്റാടി മരം ഉൾപ്പെടെ വെക്കുന്നത് വേറൊരു വലിയ ഭീഷണിയാണ്. കാരണം ഇതിന് മുട്ട ഇടാനായിട്ട് കുഴി ഉണ്ടാക്കണം. കുഴി ഉണ്ടാക്കാനായിട്ട് തീരപ്രദേശങ്ങളിൽ ഈ കാറ്റാടി മരം വെച്ച് കഴിഞ്ഞാൽ വേരുകളാണ്, കുഴി ഉണ്ടാക്കാൻ പറ്റില്ല. അതൊരു വലിയ പ്രശ്നമാണ് പല സ്ഥലങ്ങളിൽ. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ കാറ്റാടി മരം വെക്കുന്നത്, മണൽത്തീരത്തിൽ വെക്കുന്നത് ഒരു പരിഹാര മാർഗമല്ല, അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്, പ്രത്യേകിച്ചും ടേർട്ടിൽ നെസ്റ്റിംഗ് ഉള്ള സ്ഥലങ്ങളിൽ എന്നുള്ളതാണ്. പിന്നെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് മുഴുവൻ ഇതിന്റെ ബ്രീഡിംഗ് സൈറ്റുകളെല്ലാം ഇല്ലാതാക്കിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ അമിതമായ ലൈറ്റ് പൊല്യൂഷൻ ഒരു വലിയ പ്രശ്നമാണ് നെസ്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ. ഇത് കൊളാവി പാലമാണ്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ആമ മുട്ടയിടാനായിട്ട് എത്തുന്ന തീരം കണ്ടു പോയത് അറിയാലോ, കൊളാവി പാലമാണ്. കൊളാവി പാലം എന്ന് പറഞ്ഞാൽ കോഴിക്കോടിനും കണ്ണൂരിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. അവിടെയാണ് ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ കടലാമകളെ സംരക്ഷിച്ചു തുടങ്ങിയത് കൊളാവി പാലത്താണ്. കൊളാവി പാലത്ത് ഉള്ള സ്ഥിതിയാണ് ഇപ്പൊ കാണുന്നത്. ഒരു 10-20 വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും ബീച്ച് നഷ്ടപ്പെട്ടു.
അതിന്റെ പ്രധാനപ്പെട്ട കാരണം അഴിമുഖത്തെ മണൽ വാരലാണ്. അഴിമുഖത്ത് മണൽ വാരുന്നതോടുകൂടി തീരമില്ലാതാകുന്നു. ഇപ്പൊ അത് മുഴുവൻ തീരപ്രദേശമാണ്. ആദ്യത്തെ തവണകളിലൊക്കെ 50 മുതൽ 100 കള്ളാമകൾ എല്ലാ വർഷവും അവിടെ വരുമായിരുന്നു മുട്ടയിടാനായിട്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 1-2 ആമകളാണ് വന്നത്. കാരണം ബീച്ചില്ല, ബീച്ച് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ ബീച്ച് തീരശോഷണം എന്ന് പറയുന്നത് കേരളത്തിലെ വലിയ ഭീഷണിയാണ് കള്ളാമകൾ നേരിടുന്നത് എന്നുള്ളതാണ്. അവസാനമായിട്ട് നമുക്ക് ഇതിനെ സംരക്ഷിക്കാനായിട്ട് എന്തൊക്കെ കഴിയും എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫിഷിംഗ് മോർട്ടാലിറ്റിയാണ് ഇന്ത്യയിൽ. അതിന് തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിന് അനുയോജ്യമായിട്ട് പ്രവർത്തിക്കാനുള്ള കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളോട് ചേർന്നത് മാത്രമേ പറ്റുള്ളൂ. ഒരു ഓർഡർ ഇറക്കിയിട്ട് നാളെ എല്ലാവരും DD വെച്ചിട്ട് മാത്രമേ ബോട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ, വല ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. കുറച്ചും കൂടി കൃത്യമായിട്ടുള്ള ഇടപെടലും DD വെച്ച് കഴിഞ്ഞാൽ ഷിമ്പ് നഷ്ടപ്പെടില്ല എന്നുള്ളൊരു ധാരണയും അവർക്കുണ്ടായാൽ മാത്രമേ അവരതിന് തയ്യാറാകൂ എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ എക്സ്പെൻസ് ആര് മീറ്റ് ചെയ്യും? ഈ DD വെച്ചാൽ അതിന്റെ എക്സ്പെൻസ് ആര് മീറ്റ് ചെയ്യുക എന്നുള്ള പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും അവിടേക്കാണ് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ വരേണ്ടി വരും. ഒരുപക്ഷെ ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഏറ്റവും അധികം ഇന്റർനാഷണൽ എഗ്രിമെന്റ് ഉള്ള ഒരു ജീവി എന്ന് പറയുന്നത് കടൽ ജീവി കടലാമയാണ്. അത് CITES വന്നിട്ടുണ്ട്. കൺസർവേഷൻ ഓഫ് മറൈൻ സ്പീഷീസ് അതിനകത്ത് എഗ്രിമെന്റിൽ മൈഗ്രേറ്ററി സ്പീഷീസ് എന്നുള്ള എഗ്രിമെന്റിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇന്റർനാഷണൽ എഗ്രിമെന്റിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിലും വന്യജീവി സംരക്ഷണ പട്ടികയിൽ ഷെഡ്യൂൾ 1 എല്ലാ ആമകളും പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം അത് പിടിക്കാനോ അതിനെ ട്രേഡ് ചെയ്യാനോ ഒന്നും പാടില്ലാത്ത രീതിയിലുള്ള നിയമം ഇന്ത്യയിൽ നിലവിലുണ്ട്. പിന്നെ ഇന്ത്യയിലുള്ള ഏതാണ്ട് 10ഓളം നിയമങ്ങളിൽ ഇതിനെ പിടിക്കുന്നതും ഉപയോഗിക്കുന്നതും മാർക്കറ്റ് ചെയ്യുന്നതും ഒക്കെ തടഞ്ഞിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. ഇതിനൊക്കെ പുറമെ 2021 മുതൽ 26 വരെ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. നാഷണൽ മറൈൻ ടേർട്ടിൽ ആക്ഷൻ പ്ലാൻ എന്നാണ് ഇതിന്റെ പേര്. അതിനകത്ത് അതിന്റെ പ്രധാനപ്പെട്ട വിഷൻ എന്ന് പറയുന്നത് പിന്നെ മറൈൻ ടേർട്ടിൽസിനെയും അതിന്റെ ഹാബിറ്റാറ്റ്സിനെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ആക്ഷൻ പ്ലാനിൽ പ്രധാനമായിട്ട് പറയുന്നത്. അതനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള ത്രെഡ്സ് എല്ലാം ഇന്ത്യയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. ഡോക്യുമെന്റ് ഒക്കെ വളരെ ഭംഗിയായിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. പക്ഷെ പ്രശ്നം കേരളത്തിലെ ഒരു സ്പോട്ട് പോലും ഇതിനകത്ത് ഈ ടേർട്ടിൽ ബ്രീഡിംഗ് നെസ്റ്റിംഗ് സൈറ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് എണ്ണത്തിലെ കുറവാണ്. കാരണം കേരളത്തിലെ ഈ ഒരു വർഷം എനിക്ക് തോന്നുന്നു ഒലിയോരിഡ്ലി ആയാലും ഒരു 200-ലധികം ആമകള് നെസ്റ്റിംഗ് ഒരിക്കലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 100 ആമകൾക്ക് അകത്തേ ഉള്ളൂ. അതിന്റെ അർത്ഥം അതേസമയം മറ്റ് തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ ഒറീസയിലാണെങ്കിൽ അത് ലക്ഷങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രയോറിറ്റി ആ സ്ഥലങ്ങൾക്ക് പോകുന്നുള്ളതാണ്. പക്ഷെ പ്രയോറിറ്റി അനുസരിച്ചല്ല ഇത് കണക്കാക്കേണ്ടതെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ആ തീരത്തിന്റെ പ്രാധാന്യവും കൂടി ഇവിടെ നോക്കണം. കാരണം നമുക്ക് തീരം കുറവാണ്. ഇപ്പൊ ഉള്ള തീരങ്ങളിൽ എത്രയാണെന്ന് വെച്ചാൽ ഡെൻസിറ്റിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളും ഈ ഒരു പട്ടികയിലേക്ക് വരേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പബ്ലിക് അവയർനെസ്സും എഡ്യൂക്കേഷനും വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പൊ ഇവിടെ തീരപ്രദേശങ്ങളിൽ അവർ ചെയ്യുന്നൊരു വലിയ കാര്യം എന്ന് പറയുന്നത് ആമകളെ പറ്റി ഇപ്പൊ ജനങ്ങൾക്ക് അറിയാം. പത്രങ്ങളിൽ വാർത്ത വരുന്നു, ഈ സാധാരണക്കാർ ചർച്ച ചെയ്യുന്നു, അങ്ങനെ ചർച്ച ചെയ്യാനുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ഉപയോഗിക്കുന്നു. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് കുറച്ചും കൂടി അവെയറാണ്. അവെയർ ആവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും മുമ്പ് ഈ ഭൂമിയുടെ അവകാശികൾ ഇവരായിരുന്നു, കടലിന്റെ അവകാശികൾ ഇവരായിരുന്നു എന്നുള്ള ചിന്തയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഈ കേരളത്തില് ഈ കടലാമ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഇവർ തമ്മിൽ ഒരു ഐക്യവും കൂടി വേണം. മത്സരമല്ല വേണ്ടത്, ഇവർ തമ്മിൽ ഐക്യം വേണം എന്നുള്ളത് വലിയ പ്രശ്നമാണ്. പിന്നെ ഇതിനകത്ത് ഒരു അല്പ സയൻസിന്റെ കുറവുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ള ആ ശരി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ തെറ്റായ കാര്യങ്ങളും കൂടി തെറ്റായിട്ട് പിന്നെ സ്പ്രെഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിന് ഇവർക്ക് എല്ലാം ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു പിന്നെ കപ്പാസിറ്റി ബിൽഡിങ്ങും ട്രെയിനിങ്ങും ആവശ്യമാണ് എന്നുള്ളതാണ്, പ്രത്യേകിച്ചും ഹാച്ചറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. പിന്നെ ഒരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത് പലപ്പോഴും ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും വലിയ വെല്ലുവിളി വനം വകുപ്പും ഈ കൺസർവേറ്റേഴ്സും തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാറാണ്, ഒരു കോൾഡ് വാറാണ്. ഇത് ശരിക്കും സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം, ഒരു ആമ മുട്ടയെടുത്ത് ഒരാൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ നിയമം അനുസരിച്ച് കേസെടുക്കാം, നിയമം അനുസരിച്ച് അജിത്ത് ശംഖുമുഖത്തിന് ജയിലിടാം. കാരണം എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസിന്റെ മുട്ട എടുക്കുന്നത് അതിന്റെ പ്രോഡക്റ്റ് നിയമം അനുസരിച്ച് പ്രോഡക്റ്റ് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനകത്ത് പോസിറ്റീവാണ്, വളരെ പോസിറ്റീവാണ്. പക്ഷെ പ്രശ്നം ഈ ലോക്കൽ ലെവൽ ഓഫീസേഴ്സിന് ഈ കാര്യം കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് കൂടെ ഇതിനകത്ത് ആവശ്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ വനംവകുപ്പിനകത്ത് കൃത്യമായിട്ടൊരു മറൈൻ ഓറിയന്റേഷൻ ഇല്ല പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ആരെങ്കിലും വിളിച്ചു പറയും. പിന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ആർക്കെങ്കിലും ഒരു ഇച്ചിരി പത്രവാർത്ത വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇരിക്കപ്പെടുത്തി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരാളുടെ വാർത്ത 2 ദിവസം പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ ഗ്രൂപ്പുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്.
അപ്പൊ അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്യേണ്ടത്, ഇത്തരം മുട്ടകൾ കഴിഞ്ഞാൽ ആദ്യം അറിയിക്കേണ്ടത് വനംവകുപ്പിനെ അറിയിക്കുക, നിങ്ങൾക്കൂടെ മുട്ട ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഹാച്ചറിയിലേക്ക് മാറ്റുക. ബാക്കി ആ ഇൻഫർമേഷൻ ഒരു കൊടുക്കാതിരിക്കരുത് എന്നുള്ളതും കൂടി ഞാൻ ശ്രദ്ധിക്കുന്നത്. കാരണം ഈ ആനിമൽ ഈ ഷെഡ്യൂൾഡ് സ്പീഷീസിലാണ്, പക്ഷെ ഇൻഫർമേഷൻ കൊടുക്കുക. ഏറ്റവും നല്ലത് ഇമെയിലോ വാട്സാപ്പോ മെസ്സേജോ കൺസേൺ ഓഫീസർക്ക് കൊടുത്തിരിക്കുക. ഞങ്ങൾ ഇത് എടുത്തിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് അവൈലബിൾ ആണ്, ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, അത് തിരിച്ചു വിടുക എന്നുള്ളത്. അപ്പൊ ഇതുമായിട്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ടൊരു ലൈസൻസ് ഇതിനകത്ത് ഉണ്ടാവേണ്ടത്, ഒരു ടഗ് ഓഫ് വാർ അല്ല വേണ്ടത് എന്നുള്ളതാണ്. അത് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കി കൺസർവേഷൻ ഒക്കെ നിങ്ങൾ തന്നെ ചെയ്തോളൂ. കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ അങ്ങനെ കൺസർവേഷൻ നടക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടിയാണ്. TED വെക്കുന്ന ഒരുപാട് രീതികൾ ഉണ്ട്, ഒരുപാട് മൂവ്മെന്റ് ഇതിനുമായിട്ട് നടക്കുന്നുണ്ട്. ഉദാഹരണം ടേർട്ടിൽ ഡേ ഉണ്ട്, അത് നമുക്ക് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒന്ന് ആഘോഷിക്കാം. അത് ബീച്ചിൽ തന്നെ ആവട്ടെ, ഇത് തന്നെ അത് ചെയ്തോളൂ. മെയ് 23-നാണ്, അറിയാമല്ലോ, വേൾഡ് ടേർട്ടിൽ ഡേ ആണ്, മെയ് 23. ആ സമയത്ത് സാധാരണ ജനങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ ഇതൊരു വലിയ ആഘോഷമായിട്ട് നടത്താം. ബ്രീഡിംഗ് സീസൺ ഒക്കെ കഴിയുമെങ്കിലും ആ ഒരു കാര്യം നമുക്ക് ചെയ്യാം. ലോകത്ത് തന്നെ ഒരുപാട് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് സ്ട്രോ മൂക്കിൽ കയറിയിട്ട് ആമകൾക്ക് മരണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു സ്കിപ്പ് സ്ട്രോ മൂവ്മെന്റ് ലോകത്ത് നന്നായിട്ട് നടക്കുന്നുണ്ട്. അതായത് അങ്ങനെയാണ് കാരണം സ്ട്രോ ഇട്ട് ജ്യൂസ് കുടിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഒഴിവാക്കാൻ കഴിയുന്നത് ഒരു സ്ട്രോയാണ്, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സ്ട്രോയാണ്. പ്ലാസ്റ്റിക് സ്ട്രോ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആഗോളതലത്തിൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. നമുക്കെല്ലാം എന്റെ ഭാഗമാവും. അടുത്ത് ജ്യൂസ് വാങ്ങിക്കുമ്പോൾ സ്ട്രോ അങ്ങ് ഒഴിവാക്കാം. പ്ലാസ്റ്റിക് സ്ട്രോ ആണെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. പക്ഷെ വലിയ ഹോട്ടലിലൊക്കെ മാറ്റം വരുന്നുണ്ട്, പക്ഷെ ചെറിയ സ്ഥലങ്ങളിൽ ആ മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. വലിയ ഹോട്ടലിലെല്ലാം ഇപ്പോൾ സ്റ്റീൽ സ്ട്രോ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ട്രോ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം മാറി. വലിയ ഹോട്ടലുകളിലെല്ലാം പ്ലാസ്റ്റിക് എല്ലാം മാറ്റിയിട്ട് കുപ്പിയിലെല്ലാം വെള്ളം കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്യാമ്പയിന് തീരപ്രദേശങ്ങളിൽ നടക്കണം. ഇത് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുകയും കൂടി വേണം എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, അവരുടെ ഇൻവോൾവ്മെന്റ് കുറച്ചും കൂടി വേണം. തീരപ്രദേശങ്ങൾ വീണ്ടെടുക്കേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്, അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യേണ്ടതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഗവേഷണം നടക്കുന്നുണ്ട്. അതിനകത്തും ഈ സിറ്റിസൺ സയൻസ് എന്ന രീതിയിൽ അവരുടെ ഒരു പ്രാധാന്യം ഉറപ്പാക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി ഒരു അവയർനെസ്സും കുറച്ചും കൂടി ഒരു എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർ ഇതിനു വേണ്ടി മുന്നോട്ട് വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കാട്ടാമകളുടെ കേസിലാണ്. തീരപ്രദേശങ്ങളിൽ ഒരുപാട് സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട്, സംരക്ഷണത്തിനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം ഈ ഭൂമി വീണ്ടും താങ്ങി നിർത്തുന്നത് കടലാമകളാണെന്നും അതിനുവേണ്ടി നമ്മുടെ ഭാഗത്തുള്ള ഒരു നീക്കം, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കുകയും ചെയ്യാം. നന്ദി.